ഓക്കെ. ഓക്കെ, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ചർച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് സ്പോർട്സ് ഗെയിംസ്. ഓക്കെ, അതായത് സ്പോർട്സും ഗെയിംസും കളിക്കുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കരിയറിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു അന്വേഷണം. അപ്പൊ പൊതുവെ ഒരു പോപ്പുലർ എന്താ പറയുക ഒരു ബിലീഫ് ഉണ്ട്, അപ്പൊ ഇഫ് യു ആർ ഗുഡ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ സ്പോർട്സ്, ഓക്കെ, ആ സ്കില്ല് നിങ്ങൾക്ക് മറ്റ് സ്പോർട്സിലോട്ടും അതേമാതിരി തന്നെ നിങ്ങളുടെ സകല എൻഡേവറിലോട്ടും നമുക്ക് എന്താ പറയാ പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു പോർട്ടബിൾ സ്കില്ലാണ്. അതായത് ഇപ്പൊ എവറി കിഡ് ഷുഡ് പ്ലേ സം ഔട്ട്ഡോർ ഗെയിംസ് ആസ് വെൽ ആസ് ഇൻഡോർ ഗെയിംസ്. ഓക്കെ, ഔട്ട്ഡോർ ഗെയിംസ് പുള്ളിക്ക് കായികക്ഷമതയും ഇൻഡോർ ഗെയിംസ് പുള്ളിക്ക് മറ്റേ എന്താ പറയാ ഭൗതികക്ഷമതയും വെക്കുമെന്നാണ് പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാട്. ഓക്കെ, അപ്പോ അതൊരു ഇന്നർ ട്രേറ്റിനെ കുറിച്ചാണ്. പക്ഷേ എവറി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആസ് ഹി ഗ്രോസ് ഹാസ് ടു വർക്ക് വിത്ത് പീപ്പിൾ ഫ്രം അക്രോസ് ഇന്ത്യ. അതൊരു ഇമ്പരറ്റീവ് ആണ് ഇഫ് യു ആർ ഇൻ ഇന്ത്യ ഓർ അക്രോസ് ഗ്ലോബ് ആസ് വെൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഏതൊക്കെ ഇപ്പോ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പിക്കലി ഞാൻ കാണുന്നത് മറ്റേ ഫുട്ബോളിലാണെങ്കിൽ ഓക്കെ ഞാനൊരു മാൻ യു ഫാനാണ്, അല്ലെങ്കിൽ എന്താ പറയാ ചെൽസിയുടെ ഇതാണ്, ബൊറൂസിയ ഡോട്ട്മണ്ടിന്റെ ആളാണ്, എന്തെങ്കിലും ഒരു ക്ലബൊക്കെ ആയിട്ട് ഫുട്ബോളിന്റെ കാതലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഉപരിവിപ്ലവപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓക്കെ എന്താ പറയാ സംസാരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സും, രാഹുൽ ദ്രാവിഡ് ലാസ്റ്റ് മാച്ചിൽ 50 അടിച്ചിരുന്നെങ്കിൽ അടുത്ത എന്താ പറയാ ഏതോ ബ്രാഡ്മാന്റെ ഏത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ, ഈ ടൈപ്പ് ഡിസ്കഷൻസ് ആണ് കൂടുതൽ കാണുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ അല്ല. ഇപ്പൊ ഒരു ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് അത്യാവശ്യം ഒരു എന്താ പറയാ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലബ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ സ്കില്ല് നിങ്ങൾക്ക് എന്താ പറയാ ടു സ്ട്രൈക്ക് കൺവെർസേഷൻ വിത്ത് പീപ്പിൾ ഹാവിങ് ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് അക്രോസ് ദ ഗ്ലോബ്, വെദർ ദേ ആർ ഇൻ അമേരിക്ക, മറ്റേ യൂറോപ്പ് ഓർ എനിവെയർ. അപ്പൊ അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇപ്പൊ ചെസ് ആണെങ്കിൽ ഓക്കെ എവരിബഡി നോസ് ടു പ്ലേ ചെസ്, അവർക്ക് അവരുടെ ഫേവറേറ്റ് ഓപ്പണിംഗ് ഉണ്ടാവും, പല സ്ട്രാറ്റജി ഉണ്ടാവും. പക്ഷെ ചെസ്സിനെ കുറിച്ച് കുറെ ഫോക്ലോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനും ഒരു സം കൈൻഡ് ഓഫ് എ ഫൺ ആൻഡ് പ്രോഫിറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് സം ആനക്ഡോട്ട്സ് ഇൻ മൈ ലൈഫ്. എങ്ങനെ അതായത് ഇപ്പൊ ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ക്രിക്കറ്റിൽ കണ്ട ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മറ്റേ എന്താ പറയാ ഒരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, ഒരു കമ്പനിയുടെ കീ ഡിസിഷൻ മേക്കർ ലഞ്ച് ടൈമിൽ ക്രിക്കറ്റിംഗ് കൺവെർസേഷൻ വന്നപ്പോൾ ഒരു ഓവറിൽ ഒരു ബാറ്റ്സ്മാൻ അല്ല ഒരു കളിയിൽ ഒരു ബാറ്റ്സ്മാന് മാക്സിമം അടിക്കാവുന്ന റൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞാനും മറ്റുള്ളവരൊക്കെ ഒരു അരിത്തമാറ്റിക് നടത്തി. പക്ഷേ ടു അവർ സർപ്രൈസ് ഞങ്ങളിലെ ഏറ്റവും പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള ഞാൻ അന്ന് റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനിയുടെ സിഇഒ ഗേവ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് അതൊരു ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാക്കുകയും ആ ഡീല് ത്രൂ ആയാലും അതൊരു വലിയൊരു കാരണമായിട്ടാണ് ഞാൻ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പ്രസ്തുത സിഇഒക്ക് ക്രിക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം അറിയുകയും പുള്ളി കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പൊ പറയണതെന്ന് വെച്ചാല് cricket is not only a sports, okay, there is actually politics around it and there is a lot of folklore around it. That's a source of profit. Okay, ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യം പറയാം. ഫുട്ബോളിന്റെ കേസ് ആണെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ഞാൻ അത്ര വലിയ ഫുട്ബോൾ പ്ലെയർ ഒന്നുമില്ല, ബട്ട് ലേറ്റർ ഈ എല്ലാ കളിയും കളിക്കുമ്പോൾ അതിന്റെ കൂടെ ഫുട്ബോൾ കളിക്കുമ്പോൾ അത്യാവശ്യം എന്താ പറയാ ഞാൻ നല്ലൊരു ബാക്ക് ആയിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തല്. അപ്പോൾ ഈ ബാക്ക് അത്യാവശ്യം ഏബിൾ ബോഡീഡ് ആയിരുന്നു. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴക്കോല കുത്താന്ന് പറയും. അന്ന് ഈ ആലുവിലൊരു വലിയൊരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു, ലക്കി സ്റ്റാർ. ലക്കി സ്റ്റാറിന്റെ ഒരു ബാക്ക് ഉണ്ടായിരുന്നു. പുള്ളി ആയിരുന്നു എൻ്റെ എന്താ പറയാ ഒരു റോൾ മോഡൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ പുള്ളിയുടെ കുറെ മൂവ്സും ഈ മറ്റേ ഇന്റർനാഷണൽ ടീമൊന്നും മറ്റേ എന്താ പറയാ ഉണ്ടെങ്കിലും കളിയൊന്നും ടെക്നിക്കലി ജഡ്ജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ യു മിമിക് ദ ബെസ്റ്റ് എക്സ്പെർട്ട് ഇൻ യുവർ ഏരിയ ഇൻ ഓർഡർ ടു ഡു ഇറ്റ്. ഓക്കെ, അത് ഈവൻ ഇൻ പ്രോഗ്രാമിംഗ് ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഡൺ ആൻഡ് എവരിബഡി ഡസ്. പക്ഷെ
ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും സ്റ്റിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ ഫുട്ബോൾ തന്നെ ഇപ്പോ ഏരിയൻ ഫുട്ബോളാണ് വെസ്റ്റേണേഴ്സ് കളിക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് യൂറോപ്യൻസ്. ലാറ്റിൻ അമേരിക്കൻസും ഇന്ത്യൻസും ഡ്രിബ്ലിംഗ് ഗെയിമാണ് കളിക്കുന്നത്. അപ്പോ ഒരു യൂറോപ്യൻ സ്റ്റൈൽ പ്ലേ നമ്മുടെ നാട്ടിലൊക്കെ കളിക്കാൻ അറിഞ്ഞാൽ തന്നെ കൂടെ കളിക്കാൻ ആളില്ലെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ഡ്രിബ്ലിംഗ് ഗെയിം കളിച്ചേ പോകും. അപ്പൊ ഒരു കൾച്ചറൽ കാര്യം കൊണ്ട് നമ്മൾ ഡ്രിബ്ലിംഗ് ഗെയിം കളിക്കണേ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പാപ്പച്ചൻ എന്നുള്ളൊരു പ്ലെയറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു 30 കൊല്ലം മുമ്പ് കേരളത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തത്, 25 കൊല്ലം മുമ്പ്. പാപ്പച്ചൻ ഇപ്പോ ജർമ്മനിയിൽ 3rd ഡിവിഷൻ ലീഗ് കളിക്കാൻ പോയി. ആദ്യത്തെ 10 മിനിറ്റ് പാപ്പച്ചൻ പന്ത് കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു അപ്പൊ ഇന്ത്യൻ ഫുട്ബോളർ ഇന്ന ജർമ്മൻ ലീഗ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഏരിയൽ ഫുട്ബോൾ കളിക്കണേ. അപ്പൊ പവർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഡ്രിബിളറായ പാവം പാപ്പച്ചനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതേ പാപ്പച്ചൻ ചിലപ്പോൾ ലാറ്റിൻ അമേരിക്ക വരുന്നെങ്കിൽ ഇവിടെ മേടെ ബെറ്റർ തിങ്. അപ്പൊ ഈ ഫുട്ബോള് ഇപ്പൊ ഇങ്ങനത്തെ സ്പോർട്സിലൊക്കെ ഈ ഇതുണ്ട്. അപ്പൊ ഒരു സ്ട്രൈക്കിംഗ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2013 ഞാൻ ഡെൻമാർക്കിൽ ഒരു എൻഗേജ്മെന്റ് പോയപ്പോ ഈ അക്രോസ് ദ ടേബിൾ ഒരു പുള്ളിക്ക് തന്നെ വലിയ കാര്യമൊന്നുമില്ല. അവിടുത്തെ ഈ എന്താണ് സ്ക്രം അല്ല, ആ സാധനത്തിന്റെ പേര് സ്ക്രം ക്യാൻബാന്റെ ഓണർ ഉണ്ട്. പുള്ളി സം പീറ്റേഴ്സനാണ് എന്തോ പറയുന്നത്. അപ്പോ എന്തോ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഞാൻ പ്രബേൻ എൽജോർ ലാർസനെ കുറിച്ചും ആക്സിഡന്റൽ വിക്ടറി ഓഫ് ഡെൻമാർക്ക് ഇൻ 1992 വേൾഡ് കപ്പ് ഞാൻ സംസാരിക്കാനിട വന്നു. അപ്പോ ഈ എന്റെ മുന്നിലിരിക്കുന്ന ആള്, എന്റെ ആ പ്രൊജക്ട് മാനേജർ നാഷണൽ സൈഡ് ഓഫ് ഡെൻമാർക്കിന് വേണ്ടി കളിച്ച ആളായിരുന്നു. സോ ദാറ്റ് ഹാഡ് എ ടെല്ലിംഗ് ഇമ്പാക്ട് ഇൻ മൈ റിലേഷൻഷിപ്പ് വിത്ത് ഹിം ഫോർ ദ റെസ്റ്റ്. അതായത് ഒരു 19 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഐ വാസ് ഇൻ ഡെൻമാർക്ക്, എന്റെ മുന്നിലിരിക്കുന്ന ആൾ ഒരു നാഷണൽ പ്ലെയർ ആണെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചാൻസ് കൺവെർസേഷനിൽ ഉറുഗ്വേനെ 6-1 1986 വേൾഡ് കപ്പിൽ ഡെൻമാർക്ക് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് പറഞ്ഞപ്പോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നോളം 1992 യൂറോ കപ്പില് അന്ന് 8 ടീമുള്ളൂ. അപ്പോ യുഗോസ്ലാവിയാണ് 8ാമത്തെ ടീമായിട്ട് ഇത് ചെയ്ത്. അപ്പോ ബോസ്നിയൻ സിവിൽ വാർ നടക്കണ കാരണം മറ്റേ യുഗോസ്ലാവിയ പുറത്തുപോയി. അപ്പൊ സെർബിയ, ബോസ്നിയ ആൻഡ് ക്രൊയേഷ്യ യുദ്ധം നടക്കണ്ടായിരുന്നു. മോണ്ടിനെഗ്രോ ആൻഡ് കൊസോവോ ആ ഏരിയയിൽ ബാൾക്കൻ റിപ്പബ്ലിക്കിൽ യുദ്ധം നടക്കുന്നുണ്ട്. യുഗോസ്ലാവിയനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അങ്ങനെ 9ാമത് നിൽക്കുന്ന ഡെൻമാർക്ക് 8ാമത്തെ ടീം വരികയും ആ സമയത്ത് എന്തൊക്കെയെന്ന് വെച്ചാൽ അവര് 1992 യൂറോ കപ്പ് അടിച്ചു. സിമിലർ ഇൻസിഡന്റ് 2004 നടന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു ഫേമസ് സാധനം ഉണ്ടായിരുന്നു. 2004 ഗ്രീസ് യൂറോ കപ്പ് കൊണ്ടുപോയപ്പോ ഗ്രീക്ക് സെമിഫൈനലാണ്. ഗ്രീക്ക് ഓദർ ഫ്രഞ്ച് ട്രാജഡി എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നത്. ഓക്കെ, അപ്പോ മേ ബി ഒരു മെറ്റഫോറിക് ഇംഗ്ലീഷിൽ താല്പര്യമുള്ള ആൾക്കൊരു ഭയങ്കര ഇതാണ്. അപ്പൊ ഫുട്ബോളിനെ ചുറ്റിപ്പറ്റി കുറെ ഫോക്ലോസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് യു ടു കണക്ട് ടു പീപ്പിൾ എ ലോട്ട്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ഗെയിംസ്, എന്താ പറയുക, വീഡിയോ ഗെയിംസ്, സ്ട്രാറ്റജി ഗെയിംസ് എന്ന് പറഞ്ഞ സാധനം മിക്ക ആൾക്കാരും, അതായത് യങ്ങർ ജനറേഷൻ, ഇപ്പൊ എന്റെ ജനറേഷനിൽ അങ്ങനെ അത്രയും കളിക്കും. ഇപ്പൊ ഡോസ് ഗെയിംസ് ആയിരുന്നു ഞാനൊക്കെ എന്റെ ലൈഫ് തുടങ്ങുമ്പോ ഉണ്ടായിരുന്നത്. ഓക്കെ, ഡൂം, ക്വേക്ക്, പിന്നെ ഡൂം 3 എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഐ വാസ് നെവർ ഒരു പിങ് പോങ്ങോ ഇനി അങ്ങനെ എന്തെങ്കിലും മറ്റേ കാഷ്വൽ ഗെയിംസ് അല്ലാണ്ട് എനിക്ക് അതിനപ്പുറത്തേക്ക് ഈവൻ പ്രിൻസ് ഓഫ് പെർഷ്യ എനിക്ക് ഒരു ലെവലിൽ പോലും കളിക്കാറില്ല. ഐ എം നോട്ട് എ ഗുഡ് ഗെയിം പ്ലെയർ അറ്റ് ഓൾ. ബട്ട് എനിക്ക് ഗ്രാഫിക്സ് പ്രോഗ്രാമിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും CAD സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇനി ഗ്രാഫിക്സ് പ്രോഗ്രാമിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദീസ് ഗെയിംസ്. ഇപ്പോ വോൾഫൻസ്റ്റൈൻ 3D എന്നുള്ളൊരു ഗെയിം ഉണ്ട്, ഈ ID സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത്. അപ്പൊ അവരാണ് ബൈനറി സ്പേസ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് എന്താ പറയാ ഒരു 3D മോഡൽ ഉണ്ടാക്കിയത്. അതായത് ഇൻഡോർ ഒരു പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി. പോർട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ പോർട്ടൽ അല്ല, ഈ കിളിവാതിൽ എന്ന് പറയും, പോർട്ടൽ റെൻഡറിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അവര് ബൈനറി സ്പേസ് പാർട്ടീഷൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ ക്വേക്കില് ഇപ്പൊ എന്താ പറയാ ഫാസ്റ്റ് ഇൻവേഴ്സ് സ്ക്വയർ റൂട്ട്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇപ്പൊ ഫോക്ലോർ, ജോൺ കാർമാക്ക്. ഈ ജോൺ കാർമാക്ക് എന്ന് പറഞ്ഞ ആളാണ് പിൽക്കാലത്ത് 10x പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, പിന്നെ ജോൺ കാർമാക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ആയിരുന്നു, ഒരു ക്യാരക്ടർ ആയിരുന്നു. പുള്ളി ഒരു ഗെയിം എഞ്ചിൻ, ക്വേക്കിന്റെയോ ഡൂമിന്റെയോ ഗെയിം എഞ്ചിൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ 6 months
കഴിഞ്ഞ അതിന്റെ സോഴ്സ് കോഡ് എല്ലാവർക്കും റിലീസ് ചെയ്യും. സോ ദാറ്റ് വിൽ ഫോഴ്സ് ഹിം ടു ഇതിനെപ്പോഴുടെ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ പ്രൊഫഷണൽ വർക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഫേക്ക് ലൈറ്റിംഗ്. അതായത് ഈ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അതായത് ഗ്രേ സ്കെയിൽ ഇമേജ് വെച്ചിട്ട് ലൈറ്റ് പിക്സൽസിന്റെ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് വിഷ്വലി പ്ലീസിങ് ആയിട്ട് നമുക്ക് മറ്റേ എന്താ പറയാ ഈ പല സ്ഥലത്തും വെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഈവൻ ദോ ഐ വാസ് നെവർ എ, പക്ഷെ ഐ വുഡ് ലൈക്ക് ടു ഹിയർ നല്ല ഗെയിം പ്ലേയേഴ്സ് ഇപ്പൊ ഈ ഡിസ്കഷനിൽ ഇരിപ്പുണ്ട്, അതെങ്ങനെയാണ് അവരുടെ ലൈഫിനെ ഇത് ചെയ്തേക്കണമെന്നുള്ളത്. പിന്നെ ക്യാരംസ്. അപ്പൊ ക്യാരംസ് ഒരു യുണീക്ക് ഗെയിമാണ്. ക്യാരംസിനെ ഞാൻ വിളിക്കുന്നത് മൈൻഡ് ഓവർ മാറ്റർ എന്നാണ്. ഓക്കെ, ക്യാരംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം, യു ആർ ബ്രേവിംഗ് ദ ലോസ് ഓഫ് ഫിസിക്സ്. ഓക്കെ, അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ നിങ്ങൾ ഈ ഒരു ബോള് ഒരു ഇൻഡിക്കേറ്റീവ് ജഡ്ജ്മെന്റ് നടത്തിയിട്ട് ഒരു പീസ് എങ്ങനെ നിങ്ങൾ ഹോൾസിലിടുക എന്നുള്ളതാണല്ലോ ക്യാരംസിന്റെ ഇത്. അപ്പോ ഈ പല രീതിയിലുള്ള എന്താ പറയാ സ്ട്രാറ്റജീസ് നമുക്ക് ലൈഫിൽ പഠിക്കാൻ പറ്റുകയും ക്യാരംസിന് ഒരു വലിയൊരു ഫോളോയിങ് അറ്റ്ലീസ്റ്റ് ഇപ്പോ തമിഴന്മാരുടെ ഇടയിലുണ്ട്. ഇനിയിപ്പോ ഇന്റർനാഷണൽ ലെവലിൽ ക്യാരംസ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നുള്ളത് ഞാൻ അധികം എൻ്റെ ഇതിൽ എൻകൗണ്ടർ ചെയ്തിട്ടില്ല. ബട്ട് വാട്ട് എവർ ക്യാരംസ് ഐ നോ, അതെനിക്കൊരു ഗുണം കിട്ടിയ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലോസ്ഡ് രീതിയിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ പന്ത് മതിലിടിച്ചിട്ട് ബൗണ്ടറിയിലൊക്കെ പോകും, മതിലിടിച്ചാലും ബൗണ്ടറിയിലൊക്കെ പോകുന്ന സ്ഥലത്ത് ഈ ഫീൽഡ് ചെയ്യുമ്പോൾ പന്ത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. അതായത് ഈ ക്യാരംസിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ട് മറ്റേ എന്താ പറയാ ഈ ബാക്കിലുള്ള പീസസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യില്ലേ, അപ്പൊ അത് ആ ഒരു ടെക്നിക്ക് ക്രിക്കറ്റിൽ ഫീൽഡിങ്ങിന് ഉപയോഗിക്കാം. അപ്പൊ സ്പോർട്സിന്റെ ഒരു ക്യാരംസിന്റെ അങ്ങനെയാണ് സാധനം. പിന്നെ ലോക്കൽ ഗെയിംസ്, ഇപ്പൊ കുട്ടിയും കോലും ഏറുവന്ത് അങ്ങനത്തെ കുറെ ഗെയിംസ് ഉണ്ട്. കുട്ടിയും കോലും ഐ യൂസ് ടു പ്ലേ റിയലി വെൽ. അതൊരു അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയാ ഈ ക്രിക്കറ്റ് ഉണ്ടായത് കുട്ടിയും കോലിൽ നിന്നൊരു ഫോക്ലോർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഏക്കി, ചാത്തി, തുറമൂട്ടം, നാലുടം, IT, ആറേങ്ക്, അങ്ങനെ ഈ 23 വരെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആറേങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണിൽ വെച്ചിട്ട് അടിക്കുന്നതാണ്. ഐ യൂസ് ടു ഡു ദാറ്റ്. അപ്പോ ഈ കുട്ടിയും കോലും കളിച്ചവര് തമ്മിൽ ഒരു പഴയ ഇപ്പൊ ഐ എം നൗ 52, അപ്പൊ ഒരു 45 ആൻഡ് അബവ് ഉള്ള പലർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയവര് കളിച്ചിട്ടുണ്ടാവും. ഓക്കെ, ചെസ്സാണ് എല്ലാവരുടെയും ജീവിതത്തിലും ഒരു അറ്റ്ലീസ്റ്റ് എന്റെ ജീവിതത്തിൽ. അപ്പോൾ ഐ എം എക്സ്പെക്ടിങ് ടു ഹിയർ. ഇപ്പോ എന്താ പറയാ ഈ കേരളത്തിലെ ബെസ്റ്റ് പ്ലേയേഴ്സിനൊക്കെ കളിച്ചവരൊക്കെ ഇപ്പൊ ഈ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ ചെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ഐ വാസ് യങ്, ചെസ് വാസ് ആക്ച്വലി ഈ സോവിയറ്റ് യൂണിയൻ തന്നെ എപ്പോഴും ചാമ്പ്യൻ. അതായത് ഈ മറ്റേ മിഖായിൽ ബോട്വിനിക്, ടിഗ്രാൻ പെട്രോസിയാൻ, പിന്നെ അനാറ്റോളി കാർപ്പോവ്, മറ്റേ ബോറിസ് പാസ്കി, പിന്നെ നമ്മുടെ കാസ്പറോവ്, ക്രാംനിക്, കാംസ്കി, അങ്ങനെ എല്ലാം മറ്റേ സോവിയറ്റ് യൂണിയൻ വന്നത്. അപ്പൊ ഗാരി കാസ്പറോവിനോട് ചോദിച്ചു, വൈ റഷ്യൻസ് എക്സലന്റ് ചെസ് എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്, അവർക്ക് വേറെ പണിയൊന്നുമില്ല, കാരണം ചെസ് കളിക്കാന്നല്ലാതെ വരുന്നത്, അതുകൊണ്ടാണെന്നുള്ള രീതിയിൽ ജോക്കൊക്കെ വന്നു. പക്ഷേ ചെസ് ഈസ് സപ്പോസ് ടു ബി ആൻ ഇന്റലിജന്റ് മാൻ ഗെയിം. അതായത് എന്റെയൊക്കെ ചെറുപ്പത്തില് ഇപ്പോ ഇഫ് സംബഡി ഈസ് അക്കാഡമിക്കലി ബ്രില്യന്റ് ഓർ സംബഡി ഈസ് ആക്ച്വലി അക്കംപ്ലിഷ് ദാൻ യു, അവനെ ചെസ്സിൽ തോപ്പിച്ച് ക്രൂരമായ സംതൃപ്തി നേടുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. ഞാനത് പിൽക്കാലത്ത് എൻ്റെ ലൈഫിൽ പല സ്ഥലത്ത് കഴിയുമ്പോൾ പല ആൾക്കാരും അവരുടെ ലൈഫിലെ വ്യക്തിത്വം ഉറപ്പിച്ചത് ചെസ്സിലൂടെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആലുവിലൊരു ക്ലബ്ബ് വരെ ഉണ്ടായിരുന്നു, ചതുരംഗ എന്നാണ് അതിന്റെ പേരുണ്ടായിരുന്നു. ചെസ്സിന്റെ മലയാള വെർഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ വെർഷൻ ചതുരംഗം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അപ്പൊ ഈ ചെസ് ഒരു എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചെസ്സിന്റെ പേരിൽ തന്നെ കുറെ അഡ്വാൻറ്റേജ്, അതിന്റെ ഫോക്ലോറും, യു ക്യാൻ സ്ട്രൈക്ക് കൺവെർസേഷൻ വിത്ത് പീപ്പിൾ, ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ, എല്ലാവരുടെയും നമുക്ക് കേൾക്കാം. പിന്നെ ട്രേഡ് മൊണോപ്പൊളി മാതിരിയുള്ള കുറച്ചും കൂടി എന്താ പറയാ ഈ സ്ട്രാറ്റജി ഗെയിംസ് ഓഫ്, അതായത് ഒരു അനലോഗ് സ്ട്രാറ്റജി ഗെയിം, ഒരു ബോർഡ് ഗെയിം ആണ്. അപ്പൊ അതില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത്ര ഒരു ബാങ്കർ ഉണ്ടാവും, കുറെ ടോക്കൺ മണി കിട്ടും, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പല പ്ലേസസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ ആരെങ്കിലും വന്ന് താമസിച്ച് നിങ്ങൾക്ക് റെന്റിൽ കളക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എങ്ങനെ ആ ബോർഡ് മൊണോപ്പൊളൈസ് ചെയ്യുന്നു, അത് തന്നെയാണ്. പിന്നെ ഈ ട്രേഡിനെയാണ് ഞാനൊക്കെ ട്രേഡ് എന്ന് കണ്ടിരുന്നത്. പിന്നെ മൊണോപ്പൊളി എന്നുള്ള ഗെയിം ഏതാണ്ട് അതേമാതിരിയാണെന്ന്. പിന്നെ കാർഡ് ഗെയിംസ് എല്ലാവരും കളിക്കണം. റമ്മി, തുറുപ്പ് ആണ് ഞാൻ കളിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഗെയിം. കാർഡ് ഗെയിംസ് കളിച്ചില്ലെങ്കിൽ പ്രോബിലിറ്റിയുടെ ഒരു എക്സാം നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റില്ല. കാരണം എത്ര ഹേർട്സ് ഉണ്ട്, എത്ര ഇപ്പൊ റെഡ് 2 ഉണ്ട്, പിന്നെ ബ്ലാക്ക് 2 ഉണ്ട്,
ഇനി 13 ഇതുണ്ട്, എത്ര ക്ലബ് ഉണ്ടാവും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു നോളജ് നല്ലതാണ്. പിന്നെ എന്താ പറയാ, അങ്ങനെ പല ഗെയിംസും ഉണ്ട്. പിന്നെ ഉള്ളത് ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, പിന്നെ പകിട. ഓക്കെ, പകിട ഒരു കുറച്ചുകൂടി ഡൈസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രോബിലിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ കൊടുങ്ങല്ലൂർ ഏരിയയിലൊക്കെ മറ്റേ മണ്ണില് മറ്റേ പകിടയുടെ കോർട്ട് ഇട്ടിട്ട് കളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പൈസക്ക് ബെറ്റ് വെച്ച് കളിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കാണാനേ. പിന്നെ അരിയാസ് കളി, അതൊരു ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, അതിപ്പോഴത്തെ ഉണ്ടോ എന്ന് പറഞ്ഞൂടാ, ടെന്നീസ്. അപ്പൊ ടെന്നീസ് ഇപ്പൊ പീറ്റ് സാംബ്രാസ് നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിന്നർ വാങ്ങിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ടെന്നീസിന് അതിൻ്റെതായ ഒരു പ്ലെയർ ഉണ്ട്. ഇനിയിപ്പോ ടേബിൾ ടെന്നീസ് ആണെങ്കിൽ, ഇപ്പൊ ടേബിൾ ടെന്നീസ് നിങ്ങൾക്ക് കളിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ ഹിന്ദിക്കാരും നിങ്ങളെ ബഹുമാനിക്കില്ല. അങ്ങനെ ഒരു കമ്പനിയിൽ ഈ ടേബിൾ ടെന്നീസിൽ മറ്റേ എനിക്ക് വലിയ കളിയില്ല, അതേമാതിരി കാറിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരമൊന്നുമില്ല. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് കേട്ടേക്കണ അപമാനം ചെറുതല്ല. ഇപ്പൊ ടേബിൾ ടെന്നീസ് എനിക്ക് റെക്ടിഫാൻ അവസരം കിട്ടി. ഒരു കമ്പനിയിൽ, ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ ടേബിൾ ടെന്നീസ് മറ്റേ ഇത് വാങ്ങിച്ചു, മറ്റേ എന്താ പറയുക, ടേബിൾ വാങ്ങിച്ചു. അപ്പൊ അവിടെ കളിച്ച് തോറ്റ് കളി പഠിക്കുകയും, പിന്നെ ഞാനൊരു അത്യാവശ്യം നല്ലൊരു പ്ലെയറെ കുറെ ആൾക്കാരുടെ മുന്നിൽ തോൽപ്പിക്കുകയും, അയാൾക്ക് ഞാൻ രണ്ടാമത് കളിക്കാനുള്ള അവസരം കൊടുത്തില്ല. പുള്ളിക്ക് മിക്കവാറും ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴും പുള്ളിക്ക് ആ ഒരു മാച്ചിന് വേണ്ടി പുള്ളി കാത്തിരിക്കുകയാണ്. ചെസ്സിലും അങ്ങനെ 2008 ഞാനൊരു കമ്പനിയിൽ 2 പ്രാവശ്യം ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻ ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ചെസ് കളി നിർത്തി, അതായത് അജയനായിട്ട് മരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ ഗെയിംസിനെ ചുറ്റിപ്പറ്റിയുള്ള പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാം. കളിയുടെ ഇപ്പൊ എന്റെ കേസിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ക്രിക്കറ്റ് തന്നെ പറഞ്ഞുതരാം. ഞങ്ങളൊരു പെൻസിൽവാനിയയിലെ ഒരു ഓഫീസുകളിൽ നടക്കുക ഇൻ അമേരിക്ക. എന്റെ കൂടെ രഘു ഗോണിഹളി എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഒരു അത്യാവശ്യം നന്നായി കളിക്കുന്ന ആളാണ്. പുള്ളി ഞാനിവിടെ ലഞ്ച് കഴിഞ്ഞ് വരുമ്പോ അമേരിക്കയിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് കാണാന്നുള്ളത് ഭയങ്കര പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് വന്നു. അപ്പൊ പെട്ടെന്നൊരു ഇമ്പൾസിൽ ഞാൻ കയറി, രഘു എന്റെ പുറകിൽ വന്ന് അവിടെ ഇരിക്കുന്ന ആളായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾ വിലനോവ യൂണിവേഴ്സിറ്റിയിലെ ഇന്നോവേഷന്റെ പ്രൊഫസർ ആയിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്കൊക്കെ പുള്ളിയുടെ അടുത്ത് കൺവെർസേഷൻ പിടിച്ച് കുറെ കാര്യങ്ങൾ. അപ്പൊ അന്ന് പുള്ളി അമേരിക്കയില് ഈ ക്രിക്കറ്റ് വളരെ പോപ്പുലർ ആയിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഈ ഒരു കൊളോണിയൽ സ്പോർട്സ് ആണെന്നുള്ള രീതിയിൽ അതിന് ബാക്സിലോട്ട് വിട്ടാണെന്നാണ് മനസ്സിലായത്. അമേരിക്കക്ക് ഓസ്ട്രേലിയയെക്കാളും 1877 ഫസ്റ്റ് ടെസ്റ്റ് നടന്നത്. പക്ഷെ ഓസ്ട്രേലിയനേക്കാളും ക്രിക്കറ്റ് പാരമ്പര്യം ഉണ്ടെന്നുള്ളതൊക്കെ അന്ന് മനസ്സിലായി. പക്ഷെ ഇന്നിപ്പോ അമേരിക്കൻ ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള മറ്റേ പാകിസ്ഥാനിൽ നിന്നുള്ളവരോ ബംഗ്ലാദേശിൽ നിന്നുള്ളവരോ ഇനിയിപ്പോ ഏറി വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്നുള്ള കുറച്ച് ഇമിഗ്രൻസ് ആയിരിക്കും ഇന്ന് കളിക്കുക. പക്ഷെ ഇതുണ്ട്. അപ്പോ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ലൈഫിലും മറ്റേ എന്താ പറയാ, നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്തും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഇപ്പൊ ചെസ്സിനെ ചുറ്റിപ്പറ്റി കുറെ 8 ക്യൂൻസ് പ്രോബ്ലം, പിന്നെ മറ്റേ നൈറ്റ്സ് ടൂർ, ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ചെസ് ഏർലിയർ ബിഫോർ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, മറ്റേ എന്താ പറയാ ഈ ആൽഫ ബീറ്റ പ്രൂണിങ്, പിന്നെ ഹ്യൂറിസ്റ്റിക്സ്. അപ്പൊ ചെസ് എഞ്ചിൻ എഴുതുക എന്നുള്ളതൊരു ഒരു ഒരു ഹരമായിരുന്നു. ആ പ്രോസസ്സിലൂടെ തന്നെ പല അൽഗോരിതംസും പഠിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് കെൻ തോംസൺ ബെല്ലെ ചെസ്സിന്റെ മറ്റേ ബോർഡ് പൊസിഷൻ ഏറ്റവും കുറച്ച് ബിറ്റിൽ എൻകോഡ് ചെയ്ത്, അതെല്ലാവരും അറിയേണ്ടതാണ്. ഇനിയിപ്പോ റേ ട്രേസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ചെസ് ബോർഡാണ്. അത് പാരിറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ റേ ട്രേസിംഗിൽ ഈ ചെക്കർ ബോർഡ് അതൊരു ബാക്ക്ഗ്രൗണ്ട് സീനായിട്ട് എപ്പോഴും ഉണ്ടാവും ചെസ് ബോർഡ്. അപ്പോൾ അതെങ്ങനെ റെൻഡർ ചെയ്യാം. പിന്നെ എന്താ പറയാ, റാങ്ക് ഫയൽ, അങ്ങനെ ഈ ബ്ലൈൻഡ് ഫോൾഡ് ചെസ് ഇത് മെമ്മറി കൂട്ടാൻ സാധിക്കും. അപ്പോൾ യു ടേക്ക് എനി ഗെയിം, അതിന് അതിൻ്റെതായ ട്രേറ്റ് ഉണ്ട്. ദാറ്റ് ട്രേറ്റ് ക്യാൻ ബി അബ്സ്ട്രാക്റ്റഡ് ഔട്ട് ആൻഡ് ദെൻ യൂസ്ഡ് എൽസ്വെയർ ഇൻ ലൈഫ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. അപ്പോൾ ആരെങ്കിലും ലൈഫിൽ സ്പോർട്സ് എന്തൊക്കെ, ഈ ഇപ്പോ വൈശാഖ് ഇപ്പൊ ചെസ് കളിച്ചിട്ടില്ല, അപ്പൊ ചെസ് എന്തൊക്കെ അവസരങ്ങളാണ് ഒരുക്കി തന്നേക്കണേ. ഇനിയിപ്പോ ഇതിലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ഗെയിം കളിക്കാത്തതുകൊണ്ട് ഇപ്പൊ ഫുട്ബോള് ഹെയ്റ്റ് ചെയ്യുന്നവരുടെ അടുത്ത് പോയിട്ട് ഫുട്ബോൾ പറഞ്ഞു കഴിഞ്ഞാൽ പടിയും വാങ്ങിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്, ഫണ്ണി ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. സോ ആസ് ദ ടൈം പ്രസന്റ് ഐ വിൽ ഔട്ട്ലൈൻ സം ഓഫ് മൈൻ, നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ, ഓവർ ടു. ഞാൻ ഇതൊരു സ്ട്രാറ്റജിക് ഇതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് ഞാൻ എക്സൽ ചെയ്യുന്ന ഗെയിംസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു പക്ഷെ ഒരു ഇൻട്രോവേർട്ടിഷ് ഒരു മനുഷ്യന് ചിലപ്പോ
ഒരു ചെറിയ തോതിലുള്ള എക്സ്ട്രോവേർട്ടിഷ് നേച്ചർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു മീൻസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. പിന്നെ ഇത് മാത്രമല്ല, കാരണം ഈ ടീം ബോണ്ടിങ് ആക്ടിവിറ്റി അങ്ങനെയുള്ള കുറെ ഇത് വരുമല്ലോ. അപ്പൊ ഇതിൽ പറയാത്ത കുറെ ഗെയിംസുകൾ അതിൽ വരും. ഞാൻ ട്രെയിനിങ് ഗെയിംസ് അതിനെ ട്രെയിനിങ് ഗെയിംസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഗോ അഹെഡ്. പിന്നെ ഇങ്ങനെ ഇതേപോലെ ടീമിംഗ് ഔട്ടിങ് പോയപ്പോഴാണ് ഞാൻ സ്വിമ്മിങ് പഠിച്ചത്. അതായത് എന്റെ അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയേക്കുന്നത്. ഒരു മിനിറ്റ്, ഈ സ്വിമ്മിങ് ഒരു ഗെയിമായിട്ട് ആലുവക്കാര് കാണൂല, മനസ്സിലായില്ല. ആലുവയിൽ ഒരാൾക്ക് നീന്തൽ അറിയാം. ഒരു കഥ അതായത് ആലുവയിലുള്ളവർക്ക് പൊതുവെ നീന്താൻ അറിയാമെന്നാണ് എന്റെ വെപ്പ്, മനസ്സിലായില്ലേ. അറ്റ്ലീസ്റ്റ് പുഴ കടക്കാനെങ്കിലും നോക്കും. ഹലോ, അപ്പൊ ഈ പണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു വയോസിയൻ, ഈ ഐശ്വര്യൊക്കെ വന്ന സമയം, മനസ്സിലായ. അപ്പൊ ഈ മാർത്താണ്ഡവർമ്മ പാലം എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ നിന്ന് മറ്റേ ചാടുമെന്ന് ചോദിക്കും ഞാൻ ആൾക്കാരോട്. അതായത് ഐശ്വര്യ നിന്റെ കൂടെ നീ ഇവിടുന്ന് ചാടി എത്തി, നീ രക്ഷപ്പെട്ട ഐശ്വര്യ നിന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നീ ചാടുമെന്ന് ചോദിക്കട്ടോ. ഞാൻ ഒരു 19 പേരെടുത്ത് ചോദിച്ചോട്ട് എല്ലാരും ചാടുമെന്ന് പറഞ്ഞു തന്നിട്ടാ. ഒരു പ്രത്യേക ഒരാള് മാത്രം പറയണേ ഇല്ല ഞാൻ ചാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നറിയാമോ, പുള്ളി ഭയങ്കര ക്രിസ്തീയ വാല്യൂ സിസ്റ്റം, നല്ലൊരു ജെന്റിൽമാനെ കിട്ടി എന്ന് വിചാരിച്ച് ഞാൻ കാലങ്ങളോളം ഒരു 3-4 കൊല്ലം കൊണ്ടു നടന്നിട്ട് പുള്ളിയെ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും വെള്ളത്തിൽ, ഒരു പുള്ളി മാത്രം വെള്ളത്തിൽ ഇറങ്ങണില്ല. അപ്പൊ ചോദിച്ച് പുള്ളിക്ക് നീന്താൻ അറിഞ്ഞൂടാന്ന്. ആ കക്ഷിയാണ് പുള്ളി ചാടില്ല എന്ന് പറഞ്ഞു, ബാക്കി എല്ലാവരും ചാടുമെന്ന് പറഞ്ഞു. സ്വിമ്മിങ് ഒരു ഗെയിമായിട്ട് പോലും അല്ല, ഒരു അല്ലേ, അതുകൊണ്ടാണ് അത് വരാഞ്ഞ് ഇവിടെ കിട്ടിയ. ഓക്കെ, ഗോഡ്. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇപ്പൊ ഒരു ഏർലി ഇതിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ടിഷുള്ള ആളാണെന്നുണ്ടെങ്കിലേ ഒരുപക്ഷെ ഇത് പഠിപ്പിച്ചു തരുന്നതിലൂടെ നമുക്ക് ആ ഒരു എഡ്ജ് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഞാൻ സമ്മതിച്ചു. അല്ല അത് അല്ല, നിങ്ങൾ പറഞ്ഞതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻട്രോവേർട്ടാ, മനസ്സിലായില്ലേ. അപ്പോ ഈ കളികളിലൂടെയും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഔട്ട്റീച്ചും അതിപ്പോ നോക്കുകയാണെങ്കിൽ മിക്കവരും അങ്ങനെ തന്നെ പറയും. പക്ഷെ എങ്കിലും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് വാവർക്കാൻ ധൈര്യം വരണ്ടേ, അതിന് ഈ ഗെയിമുകൾ ഹെൽപ്പ് ചെയ്യും. കാരണം ചിലപ്പോ ആ ഒരു പിയർ പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടായിരിക്കാം, പിന്നെ ജയിക്കണം എന്നുള്ള, കമ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി വരുന്നത് കൊണ്ടായിരിക്കാം. എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി അതിലുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, 1972 ഞാൻ ജനിച്ചത്. അപ്പോ ഈ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ക്രിക്കറ്റ് കമന്ററി എൻ്റെ ഫാദർ എൻ്റെ 5ാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഒരു കളി കേൾക്കുന്നതായിട്ട് അച്ഛൻ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു കോൺഷ്യസ് ആയിട്ട് ഞാൻ ക്രിക്കറ്റ് ഒരു കളി എന്ന രീതിയിൽ 1981 ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, 1981 മറ്റേ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ ടൂർ അടിക്കാൻ വന്നപ്പോ അപ്പൊ എനിക്ക് ബാറ്റൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പൊ 4ാം ക്ലാസ്സിലോ എന്താ പഠിക്കുമ്പോ അപ്പൊ ഈ ചെസ് ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു 83-84 ആയി കഴിഞ്ഞപ്പോ ഒരു പാറ്റേൺ ഞാൻ നോട്ട് ചെയ്തു. എന്റെ ഇംഗ്ലീഷിലുള്ള മാർക്കൊക്കെ ക്ലാസ്സിൽ കൂടാൻ തുടങ്ങി, മനസ്സിലായ. ഒരു സർപ്രൈസിങ് ആക്സെപ്റ്റൻസ് ഉണ്ട്. അതിനൊരു പിൽക്കാലത്ത് ഒരു 5-6 കൊല്ലമായിട്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ചത്. അതായത് ക്രിക്കറ്റിനെ പണ്ട് സോവിയറ്റ് യൂണിയൻ കളിക്കാത്തതുകൊണ്ട് കേരളത്തിൽ കിർക്കൻ കളി എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ എത്നിക് മലയാളീസ് അധികം കളിക്കില്ലായിരുന്നു. അതായത് ഈ പട്ടന്മാരുടെയും കൊങ്ങണികളുടെയൊക്കെ ഗെയിമാണ്. അല്ലെങ്കിൽ പിന്നെ എലീറ്റ് മേനോമാരുടെയും പിന്നെ തലശ്ശേരിയിൽ ഒരു മർച്ചൻസ് ഉണ്ട് കോയമാരുടെ. അങ്ങനെ വളരെ കുറച്ച് പേരാണ് അന്ന് ക്രിക്കറ്റ് കളിച്ചിരുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം ഒരു CPM ഒരു ക്രിക്കറ്റ് വിരുദ്ധരായിരുന്നു. ഒരു 87 വേൾഡ് കപ്പാണ് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാക്കിയത്. 91 മാറ്റം ഉണ്ടാക്കിയെങ്കിലും 96 ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കിയത് ക്രിക്കറ്റ്. ഈ 1983 കാണുന്നവരില്ല, 83 കണ്ടിട്ട് ഇന്ത്യ ജയിച്ചിട്ടൊന്നും ആർക്കൊന്നും വലിയ ത്രില്ലൊന്നും അടിച്ചൊന്നുമില്ല, മനസ്സിലായില്ലേ. അതായത് അത് അറിയുന്നവർ തന്നെ ഉണ്ടായിരുന്നില്ല. ഒന്ന് ടെലിവിഷൻ ഇല്ല കേരളത്തിൽ അന്ന് 83. അപ്പൊ ഈ ക്രിക്കറ്റിന്റെ ഒരു അന്നത്തെ ഒരു പ്രാധാന്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലബിൽ പോയി കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടി പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് കേരള വരുമായിരുന്നു, ഓരോ ക്ലബിലും ഉണ്ടാവും. ഇവരൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങളൊരു ക്രിക്കറ്റർ ആണെങ്കിൽ അത്യാവശ്യം
നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. പിന്നെ ഈ വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ അന്ന് റേഡിയോയില് JP നാരായൺ എന്ന് പറഞ്ഞ ഒരു കമന്ററേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ മതി, JPയുടെ ഇംഗ്ലീഷ് മിമിക് ചെയ്യുന്നത് ഞാൻ കുറെ ഈവൻ നാവും ഇന്നാൾ വരെ ഞാൻ കണ്ടു. മനസ്സിലായില്ലേ? ഇപ്പൊ JP ഒരു വലിയ ഇതായിരുന്നു. പിന്നെ R മോഹൻ എന്ന് പറഞ്ഞ ആള് സ്പോർട്സ് സ്റ്റാറിലെ ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. അപ്പൊ അത് സ്പോർട്സ് സ്റ്റാർ എന്നുള്ള മാഗസീനിൽ മെയിൻ ക്രിക്കറ്റിംഗ് ആണ് വന്നിരുന്നത്. ഒരു ചിലപ്പോൾ ഇയാൻ റഷ് ഗോൾ അടിച്ചു എന്നോ ഇനി ഹോക്കിയുടെ ഒക്കെ 1-2 പേജ് വന്നാലായി. അപ്പോ ക്രിക്കറ്റിന് ഒരു അസാധ്യ സിഗ്നിഫിക്കൻസ്, ഒരു ജെന്റിൽമാൻസ് ഗെയിം എന്ന് പറഞ്ഞ രീതിയിൽ എന്താ പറയാ, കുറെ മാനറിസംസും ഇപ്പോ മേ ബി ഫ്രം 1984 ടു എന്താ പറയാ ഒരു 86 ദ കൈൻഡ് ഓഫ് എക്സ്പോഷർ ഐ ഗോട്ട് ജസ്റ്റ് ബിക്കോസ് ഞങ്ങളുടെ അവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു, വെസ്റ്റേൺ ആൻഡ് ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അത്യാവശ്യം ഡിസ്ട്രിക്ട് ലീഗിലൊക്കെ ഫൈനൽ വരെയൊക്കെ ക്വാളിഫൈ ചെയ്ത. അപ്പൊ അവിടുന്ന് പല ആൾക്കാരായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിക്കറ്റ് ഹാസ് ആക്ച്വലി ഒരു മാസ് ഗെയിം ആവുന്നതിനേക്കാൾ മുമ്പ് ഒരു എലീറ്റ് ഗെയിം ആയിരുന്ന സമയത്ത് പല ആൾക്കാരായിട്ടുള്ള സംബന്ധം നിങ്ങളുടെ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ദ വേൾഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ എന്താ പറയാ ക്രിക്കറ്റ് കളിക്കാത്തവര് ഈവൻ ദോ ദേ ആർ ബ്രൈറ്റ്, ഒരു എന്താ പറയാ ഈ നിങ്ങൾക്ക് നല്ല കണക്ട്സ് കിട്ടില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതേമാതിരി നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും ഇപ്പൊ ചെസ് കളിച്ചപ്പോ മീറ്റ് ചെയ്യുന്നത് നോക്കുക. അപ്പൊ ക്രിക്കറ്റ് അങ്ങനെ ഒരു ഈ നമുക്കൊരു കോൺഫിഡൻസും കൂടി ജനിപ്പിക്കും. മനസ്സിലായില്ലേ? കളിക്കുമ്പോ മാത്രമല്ല, കളിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഇല്ല. ഒരു ക്ലബില് ഇപ്പൊ നിങ്ങളൊരു ചെറിയൊരു ക്ലബിൽ നിന്ന് ഒരു വലിയൊരു ക്ലബിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ ശരിക്കും പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ പ്ലാനറേക്കാളും ബുദ്ധിപൂർവ്വം ചെയ്യണം. പിന്നെ ഒരു എക്സ്പെൻസീവ് ഗെയിമാണ് കമ്പയർഡ് ടു ഷട്ടിൽ. ബാഡ്മിന്റൺ അത്ര എക്സ്പെൻസീവ് അല്ലെങ്കിലും ബാറ്റ് വാങ്ങിക്കുക അങ്ങനെയൊക്കെ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിംസ് വിൽ ടീച്ച് യു എ ലോട്ട്. അപ്പൊ ഇൻ ദോസ് ടൈംസ് ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ലൈഫ് ക്രിക്കറ്റ് ഹാസ് ഗോട്ട് എ റിമാർക്കബിൾ ഇമ്പാക്ട് ഇൻ ദ വേ ഐ തിങ്ക് എന്നുള്ളതാണ്. ഫുട്ബോൾ ഇല്ലേ? എല്ലാരും പോയാ? ഇല്ല, കേൾക്കാണ്ട്. ഇല്ലില്ല. ഞാൻ മറ്റേ നീന്തണ ആളുടെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആലുവയിലെ ബ്ലാക്ക് സ്വാനെ കണ്ടുപിടിച്ചു. അപ്പൊ പുള്ളിയുടെ പേര് ഞാൻ ഇവിടെ പറയണില്ല. മനസ്സിലായില്ലേ? അപ്പൊ പുള്ളി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ പുള്ളിക്ക് നീന്തൽ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ പിന്നെ ഈ കഥ കേരളം മുഴുവൻ ഫേമസ് ആയി. അല്ലല്ല, അത് എല്ലാവരും 50 പേര് ഒരേ അർത്ഥത്തിൽ പറഞ്ഞു. 51ാമത്തെ ഒരാള് ഞാൻ എന്തുകൊണ്ടോ പുള്ളി ആ ഒരു ജെന്റിൽമാൻ തന്നെയെന്ന് വിചാരിച്ചു. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ചെസ് വെച്ചിട്ട് നമുക്ക് കോൺഫിഡൻസ്, അതായത് ഇൻവേർഡ് ലുക്കിംഗ് ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയാ ഷൈ ആയിട്ടുള്ള ആൾക്കാരെ ഇതിന് ആരൊന്ന് പറയാമെന്ന്. സാറേ, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുമ്പോ. അപ്പൊ ക്രിക്കറ്റില് എനിക്കൊരു ബയാസ്ഡ് വ്യൂ ആണ് ഉള്ളത്. അത് എന്റെ വ്യൂ ആണ്. അത് ഇപ്പോഴൊന്നുമല്ല, അതായത് അന്ന് ചെറുപ്പമായതുകൊണ്ട് ചുറ്റുമുള്ളവരെല്ലാം സീനിയർ പ്ലേയേഴ്സാ. എന്ന് വെച്ചാൽ അത്യാവശ്യം 30, 28, 35. അപ്പൊ എന്താ ഉണ്ടാവാന്ന് അറിയാലോ സാറേ. നമ്മളെ ഫീൽഡ് ചെയ്യാൻ നിർത്തും. ഇവർ തന്നെ ബോളിങ്, ഇവർ തന്നെ ബാറ്റിങ്. ഇപ്പൊ നമ്മള് പോസ്റ്റിലാണ്. അപ്പൊ എനിക്ക് ആക്റ്റീവ് ആവണമെന്നുണ്ട്. അപ്പൊ ഇത് നടക്കാത്തതുകൊണ്ട് അവിടെ ഒരു കൊളീഷൻ വന്നു. ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്തു, ഞാനും എന്റെ ചേട്ടനും. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴാണ് വീടിന്റെ പിന്നിലായിരുന്നു ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട്. അവിടുന്ന് ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. വീടല്ല കേട്ടോ, ഈ കളിക്കാനുള്ള സ്ഥലം. നിങ്ങൾ ഫേസ് ചെയ്യുന്ന, അതായത് ഈ ബാറ്റുള്ളവൻ ഔട്ടായി കഴിഞ്ഞാൽ ബാറ്റും കൊണ്ട് ഓടും. മനസ്സിലായില്ലേ? അതന്നെ ആ സ്കീമായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. മനസ്സിലായോ? അപ്പൊ ഇത് കാരണം നമ്മള് വേറെ മൈതാനം തേടി ഇറങ്ങി. അങ്ങനെ നമ്മള് വേറൊരു സ്ഥലത്തെത്തി. അവിടെ നല്ല ഫ്രണ്ട്ലി ആൾക്കാരായിരുന്നു. അപ്പൊ അവര് ചെന്നപ്പോ എന്നോട് കളിക്കാനുണ്ടോന്ന് ചോദിച്ചു. ഫുട്ബോളായിരുന്നു.
ഒന്നും നോക്കിയില്ല, ഇറങ്ങി. പിന്നെ അന്ന് തുടങ്ങി ഡെയിലി ഫുട്ബോൾ കളിക്കാൻ പോയി. ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ് തുടങ്ങി. അത് ഭയങ്കര ചേഞ്ച് അല്ല ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആ പറഞ്ഞു. അത് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ സാറേ എന്റെ ഒബ്സർവേഷനിൽ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് ഒരു 1 man ഷോ ആണ്. ഫുട്ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കളക്റ്റീവ് ഗെയിമാണ്, കളക്റ്റീവ് എഫേർട്ട് വേണം അവിടെ. നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാമിംഗ് മോഡൽസിലേക്കൊക്കെ മാപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ല, പക്ഷെ ഫുട്ബോളിന്റെ എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ഞാൻ ജനിച്ച സ്ഥലവും ഞാൻ ഡീൽ ചെയ്ത ക്രൗഡ് നോക്കുമ്പോൾ കുറച്ചുകൂടി അലവലാദികൾ കളിക്കുന്ന ഗെയിമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് ഫുട്ബോളിനെ പിടികിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തൊറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പക്കനൊക്കെ കുത്തും. പിന്നെ ഒരു എന്താ പറയാ, ഈ ഇപ്പൊ പൊതുവെ ഒരു കളക്റ്റീവ് ഹൂളിഗാനിസം ഉണ്ട് ഫുട്ബോളിന്. ആൾക്കാർക്ക് വലിയ ക്ലാസ് ഇല്ല എന്നുള്ളതായിരുന്നു എന്റെ പരാതി. അതെന്റെ ലൈഫിലുള്ള വ്യൂ അല്ല കേട്ടോ. ക്രിക്കറ്റ് ഫുട്ബോൾ ഒരു ഇന്റർനാഷണൽ ഗെയിമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധിക സമയമൊന്നും എടുത്തില്ല. അതായത് എനിക്ക് 16ാമത്തെ വയസ്സിലാണ് യൂറോ 88 നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഹോളണ്ടിന്റെ ടീം ആവുകയും ഫുട്ബോൾ കളിക്കുമ്പോൾ എപ്പോഴും ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിക്കറ്റ് കളിക്കണത് മറ്റേ എലീറ്റ് ക്ലാസ് ആൾക്കാരാണ്. അപ്പൊ അവര് വലിയ വയലന്റ് അല്ല. ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്തത് മറ്റേ ആക്സെപ്റ്റൻസിന്റെ പ്രോബ്ലം ആണെങ്കിൽ എനിക്ക് ആക്സെപ്റ്റൻസ് ഇപ്പൊ ഈ അവിടെയും പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് മറ്റേ കൊങ്ങണികളാണ് കൂടുതലുള്ളത്. ഇനി അല്ലാത്തവരാണെങ്കിൽ തമിഴന്മാരും ഒക്കെ ഉള്ളത്. അപ്പൊ ഒരു നോൺ എത്നിക് മലയാളികളുടെ ഒരു ക്ലസ്റ്ററിലാണ് ഞാൻ ഇത് ചെയ്യണത്. അപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പല ക്ലബിന്റെയും തലപ്പത്ത് കൊങ്ങണികളായിരിക്കും. അവരെന്ത് ചെയ്യുന്ന വെച്ചാല് മറ്റു കൊങ്ങണികളെ അടുപ്പിക്കൂല. അറിയാലോ, സ്വന്തം ജാതിക്കാരെ എപ്പോഴും ഇത് ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് പല സ്ഥലത്തെ ആക്സെപ്റ്റൻസ് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് എനിക്ക് നാട്ടില് എനിക്ക് ആക്സെപ്റ്റൻസ് തരുന്നൊരു നസ്രാണികളുടെ ക്ലബ്ബാണ്. അവിടെ എനിക്ക് കളിക്കാരൻ എന്ന നിലയിൽ അവര് തരുമായിരുന്നു ആ ആക്സെപ്റ്റൻസ്. പിന്നെ ഈ എന്താ പറയാ, കൊടുങ്ങല്ലൂർ ചെന്നപ്പോഴാണ് എനിക്ക് എന്താ പറയാ അവിടെ ഈ എന്റെ അമ്മാവിന്റെ വീട്ടുകാർക്കൊക്കെ ഒരു പിടിയുള്ളത് കൊണ്ടും അവിടെ കുറച്ചുകൂടി ഒരു ക്ലാസ് ഫാമിലി എന്നുള്ള ആൾക്കാരാണ് ആ ഗ്രൗണ്ടും അതും കൺട്രോൾ ചെയ്തിരുന്നത്. അവരുടെ ഇടയിൽ ആക്സെപ്റ്റൻസ് കിട്ടിയപ്പോഴാണ് എനിക്ക് നാട്ടിൽ തന്നെ ആക്സെപ്റ്റൻസ് കിട്ടിയ. അപ്പൊ അവിടെ ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സിനെ കുറിച്ച് ചിലപ്പോൾ അവരുടെ അപ്പന്മാർക്ക് വലിയ റിഗാർഡ് അല്ലെങ്കിൽ അമ്മമാരായിട്ടിരുന്നത്. പിന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇവരുടെ മക്കൾക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കും. ഞാനൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, ഈ വലിയ ന്യൂസൊക്കെ ആവും. അതായത് പടക്കക്കാരന്റെ മോനൊന്നും സംസാരിക്കേണ്ടതെന്നുള്ള രീതിയിൽ. അന്ന് ഇംഗ്ലീഷ് ഒരു ഫ്യൂഡൽ സെറ്റപ്പിന്റെ കാലമാണ്. അപ്പൊ എന്തുപറ്റുമെന്ന് വെച്ചാല് ക്രിക്കറ്റ് കാരണം എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയേക്കണ അപമാനം ചെറുതല്ല. അപ്പൊ ആ അപമാനത്തെ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ മറ്റ് ക്രിക്കറ്റ് ക്ലബുകളൊക്കെ ചെയ്യുമ്പോൾ ഈ ആക്സെപ്റ്റൻസ് കിട്ടുന്ന സ്ഥലത്താണോ അവർ ഇത്തിരി റൗഡി ആയിരിക്കും. പിടികിട്ടിയ അങ്ങനെ ഈ ഇന്നാണെങ്കിൽ വീട്ടിൽ കാശ് വേണം ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ, ഇല്ലെ, കിറ്റും മറ്റൊക്കെ വാങ്ങിക്കണമെങ്കിൽ. അന്നാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ക്ലാസ് ഇല്ലാന്ന് വെച്ചോ, നിങ്ങളുടെ ഫാമിലി സപ്പോസ് ടു ബി വർക്കർ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ബുദ്ധിമുട്ടാ. പിടികിട്ടിയ അപ്പൊ അപ്പൊ അവിടുന്ന് നമ്മൾ ക്യാരക്ടർ നോക്കി. അപ്പൊ അന്ന് ക്രിക്കറ്റില് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ പ്രശ്നവും ഞാൻ നല്ല വായനക്കാരനാന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പൊ അവര് വിചാരിച്ചെന്ന് പറയാം ഞാൻ നല്ല ഫ്ലൂട്ട് വായിക്കുമെന്നാണ്. അതിന്റെ അർത്ഥം വേറെയാണ്, മനസ്സിലായേ? അപ്പൊ പുസ്തകം വായിക്കാൻ പോലും ഇതില്ല. എന്ന സ്ഥാനത്ത് ഞാൻ നോക്കുമ്പോ എന്നെക്കാൾ ഇന്റലക്ച്വലി താഴെയുള്ളവനൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ മരിച്ചിരിക്കുന്നുണ്ട്. അയാളുടെ ഡോക്ടറിന്റെ മോനൊക്കെയാ. തമാശ എന്താണെന്ന് വെച്ചാല് ആ പാറ്റേൺ ഞാൻ ഇന്ന് വരെ കാണുന്നുണ്ടെന്ന്. ഇന്ന് ഡോക്ടറിന് പകരം ഈ മറ്റേ എന്താ പറയാ, കണി കണ്ട സർദാർജിനെയോ മറ്റേ സായിപ്പിനെയൊക്കെ ബഹുമാനിച്ചോണ്ടിരിക്കുവന്മാര്. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെ, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പൊളിറ്റിക്സിൽ നിന്ന് ശരിക്കും പഠിക്കാനുണ്ട്. ഇപ്പൊ ഫുട്ബോൾ നോക്കിക്കോ, നിങ്ങൾ കേരളത്തിൽ ഏത് കമ്പനി പോയാലും നോക്കിക്കോ, ഒരു കോയായിരിക്കും ആ ഫുട്ബോൾ ഗ്യാങ് ഉണ്ട്. ഒരു ഫുട്ബോൾ ഗ്യാങ് ഉണ്ട് എല്ലാ കമ്പനിയിലും. അവര് ഇൻഡിവിജ്വലിസ്റ്റുകളെ പക്കിന് കുത്തും. ഞാനപ്പോ ആദ്യം പോയാൽ തന്നെ ഞാൻ ഫുട്ബോൾ ഗ്യാങ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കില്ല. പിടികിട്ടിയ അപ്പൊ ഈ വല്ല ഗിരീഷ് സുരേഷ് എന്ന് പറഞ്ഞ ഒരുത്തനൊക്കെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ കളി. പിടികിട്ടിയ
അതായത് ഈ ഫുട്ബോൾ നിങ്ങൾ ആലോചിച്ച് നോക്കോ, നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ കമ്പനി എടുത്തോ, ഫുട്ബോൾ ഒരു അശാസ്ത്രീയ കളിയാണ് സോഫ്റ്റ്വെയർ കമ്പനിക്ക്. കളിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവര് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടായ്മ, ആ കൂട്ടായ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റുകള് പ്രോട്ടോകോൾ വെച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ ആവശ്യം എന്താ വൈശാഖൻ? ഈ ടീം ഗെയിംസിന് ആ പ്രശ്നമുണ്ട്. ക്രിക്കറ്റ് വൺ മാൻ ഷോ എന്ന് പറയുമെങ്കിലും മര്യാദക്കുള്ള ഒരു ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ റീസെന്റ് എന്തോ ഇവിടെ ഒരു ലീഗ് ഉണ്ടായല്ലോ ഫുട്ബോളിന്റെ, UEFA ആയിരുന്നു. അപ്പൊ ഇത് നടന്നപ്പോ ഇതിന്റെ പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ കമ്പനികൾ ചെയ്യേണ്ടി കൊടുത്ത് അത് ശരിയുടെ ജർമ്മനിയിലാണ് കേട്ടോ. അതായത് ഒരു എക്സൽ ഷീറ്റിലല്ലേ പ്രൊഡിക്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഉണ്ട് മിക്ക കമ്പനിയിലും. അങ്ങനെയില്ല സാറെന്താ ഒരു ടീം എൻഗേജിങ് പറഞ്ഞു. ഈ ഫുട്ബോൾ ക്ലബിലൊക്കെ ആൾക്കാരുടെ ബയാസും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാല് ഈ ലോകത്ത് കണ്ട എല്ലാ അമ്മമാർക്കും ബ്രസീല്, ഇപ്പൊ കത്തോലിക്കരാണെങ്കിൽ ബ്രസീലും അർജന്റീനയായിരിക്കും. അപ്പൊ ഞാൻ ഇവന്മാർക്ക് പണി വയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ജർമ്മനി നെതർലാൻഡ്സ് ആക്കും. അപ്പൊ ഏരിയൽ ഫുട്ബോൾ കളിക്കുന്നവരോട് എനിക്കൊരു പ്രത്യേകിച്ചുണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വെച്ചടിക്കും. അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ക്രിക്കറ്റിലുണ്ട്. അതായത് ചില ആൾക്കാര് ഇപ്പൊ ഈ പൊതുവെ ദ്രാവിഡിനെ സപ്പോർട്ട് ചെയ്യണത് ഇമോഷണലി വീക്ക് ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ആലോചിക്കോ, അവരുടെ ഒരു റൊമാൻറ്റിക് അപ്രോച്ചാണ്. അപ്പൊ ഞാൻ വാൾക്കി എന്നൊക്കെ വിളിക്കും. അപ്പൊ നമുക്കാണെങ്കിൽ എന്ന് വെച്ചാല് എതിരാളി തെറി പറയുന്ന ഗാംഗിലൂടെയാണ് ഇഷ്ടം. മനസ്സിലായ? ഇപ്പൊ ദാദാ ഗീത എന്നൊക്കെ പറഞ്ഞ എല്ലാവരും പറയണ്ടെങ്കിലും അന്ന് ഗാംഗുലിക്ക് കളിക്കാൻ അറിഞ്ഞൂടാ, സ്പീഡ് പേടിയാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നു. മനസ്സിലായ? ഞാൻ നോക്കുമ്പോ എന്താണ്, ഈ മിയാന്താദ് 1986 ഒരു ചേതൻ ശർമ്മേനെ ഒരു 4-6 ലാസ്റ്റ് ബോൾ 6 അടിച്ചിട്ട് പിന്നെ ഒരു 11 കൊല്ലത്തേക്ക് ഇന്ത്യ ഒരു കളി ജയിച്ചില്ല എന്ന് ഷാർജയില്. ഇവിടെ കിട്ടിയ മര്യാദക്ക് വേൾഡ് കപ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ജയിക്കും. പിന്നെ ഗാംഗുലി പിന്നെ ഒരു ഒറീസ എന്നുള്ള ഒരു ബോളറായിരുന്നു ദേബശിഷ് മോഹന്തിയ. അങ്ങനെയുള്ളവരൊക്കെ വന്ന് മറ്റേ കാനഡയില് 5 കളിയിൽ 4 കളി ഇന്ത്യ ജയിച്ചാൽ എന്തോ 4 മാൻ ഓഫ് ദി മാച്ച് ഗാംഗുലിയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ആ മറ്റേ മിയാന്താദിന്റെ ബോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കേട്ടോ. പിന്നെ ഈ പൃഥ്വിരാജും മറ്റേ യുവരാജും മറ്റേ ധോനിയൊക്കെ വന്നിട്ടാണ് പാകിസ്ഥാൻ ഒരു ഓർഡിനറി, പണ്ടും പാകിസ്ഥാൻ ഓർഡിനറി ടീം തന്നെയാ. പക്ഷെ ഇന്ത്യ അടുത്ത് കളിക്കുമ്പോ വെള്ളിയാഴ്ച ഷാർജയിൽ കളിക്കുമ്പോൾ അവരെ പ്രാർത്ഥിച്ചു തോപ്പിക്കും ഞാൻ പറഞ്ഞിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു അപ്പൊ ഈ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഈ ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ ജയിക്കൂല, നമ്മുടെ ഫേവറേറ്റ് ക്രിക്കറ്റർ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആൾക്കാരുടെ ഇപ്പൊ ടെണ്ടുൽക്കർ, ഞാൻ എന്നിട്ടൊരു പുതിയ ആവറേജ് ഒക്കെ ഉണ്ടാക്കിയത്, അതായത് ഗാംഗുലി ഈസ് എ ബെറ്റർ പ്ലെയർ ദാൻ ടെണ്ടുൽക്കർ എന്ന് പ്രൂവ് ചെയ്യാൻ. കാരണം നിങ്ങൾ വേണമെങ്കിൽ മാച്ച് വിന്നിംഗ് എഫക്റ്റീവ്നെസ് ചോദിക്കോ, ടെണ്ടുൽക്കറിനേക്കാളും ബെറ്റർ ഗാംഗുലിയാ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇങ്ങനത്തെ ഒക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്സും അത് പിൽക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട്സ് ബീറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മനസ്സിലായോ? അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അല്ല, ഞാനൊരു ജനറൽ ചോദ്യം ചോദിക്കട്ടെ. അതായത് നമ്മളൊരു സ്പോർട്സ് ഫോക്കസ് ചെയ്യണം എന്നാണോ പറയണത് ആസ് എൻ എഞ്ചിനീയർ, അതോ അതിന്റെ രാഷ്ട്രീയം എന്താ? അല്ല, ഇപ്പൊ ഈ ചർച്ച ഉണ്ടാവാൻ കാരണം എന്താ, നമുക്ക് പരിചയമുള്ള ഒരു പുള്ളിക്ക് ചെസ് നന്നായി കളിക്കാൻ അറിയാം. അപ്പൊ ഈ ചെസ്സിന്റെ നോളജ് പുള്ളി വെസ്റ്റിൽ ജീവിക്കുമ്പോൾ അതെങ്ങനെ പുള്ളിക്ക് അവിടുത്തെ വൈഡർ സൊസൈറ്റി ആയിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ പുള്ളി റാദർ ദാൻ ഫോക്കസിങ് ഇൻസൈഡ് ദ ചെസ് യു ഷുഡ് ഫോക്കസ് അബൌട്ട് ചെസ് എന്നുള്ളതായിരുന്നു എന്റെ ആർഗ്യുമെന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചെസ്സിന്റെ നോളജ് 8 ക്യൂൻ പ്രോബ്ലം നോളജ് ആയിട്ട്, നൈറ്റ്സ് ടൂർ നോളജ് ആയിട്ട്, ഹ്യൂറിസ്റ്റിക്സ് നോളജ് ആയിട്ട്, പിന്നെ റീഇൻഫോഴ്സ്മെന്റിന്റെ നോളജ് ആയിട്ട്, പുള്ളി താമസിക്കുന്ന രാജ്യത്തിന്റെ ചെസ് ട്രഡീഷനെ കുറിച്ച്,
യൂണിവേഴ്സൽ ചെസ് ട്രഡീഷനെ കുറിച്ച്, ചെസ്സിന്റെ എലോ റേറ്റിംഗ്, അങ്ങനത്തെ പലതരം പൊളിറ്റിക്സും ഫിഡയുടെ സാധനങ്ങളും. ആ നോളജ് വിൽ ഹെൽപ്പ് ഹിം ടു ഏൺ മോർ ദാൻ ഹിസ് നോളജ് ഇൻ ചെസ് എന്നാണ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നത്. ദാറ്റ് ഇസ് ട്രൂ ഫോർ ക്രിക്കറ്റ്, ഫുട്ബോൾ, എവരിത്തിങ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മുടെ കോർ പ്രൊഫഷൻ. ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് അതായത് എന്ത് ചെയ്യണം സ്പോർട്സ് എന്നുള്ളത്, ചിലപ്പോ ഞാൻ തീരെ സ്പോർട്സ് കളിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഞാൻ ആകപ്പാട് എന്റെ സ്കൂളിൽ കളിച്ചേക്കുന്നത് ഒരു പ്രൊഫഷണൽ ഗെയിമായിട്ട് കളിച്ചാണ് ബാസ്കറ്റ്ബോൾ ആണ്. ബിയോണ്ട് ദാറ്റ് ഞാൻ ജസ്റ്റ് ഒന്നാമത്തെ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റും എനിക്ക് കേപ്പബിലിറ്റിയും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആള് അപ്രോച്ച് എന്തായിരിക്കണം? അതിന്റെ അല്ലല്ല, ലോകത്തെ ഏറ്റവും ടഫസ്റ്റ് ഗെയിം ബാസ്കറ്റ്ബോൾ ആണെന്ന് അറിയാവോ? അറിയില്ല. അത് നോക്ക്, നിങ്ങൾ എനിക്ക് ടീമിൽ കയറാൻ പറ്റിയ ടീം അത് മാത്രമായിരുന്നു. അങ്ങനെ അല്ല, ഒരു കാര്യമുണ്ട്, ഏറ്റവും ടഫസ്റ്റ് ഗെയിം അത് തന്നെയായിട്ട് എനിക്ക് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ട് തോന്നിയേക്കണം. അതായത് ഞാൻ അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരു അജേഷ് എന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അപ്പുറത്ത് വന്ന് കളിച്ചിരുന്നത്. അപ്പൊ അവന്റെ അടുത്ത്, അവന്റെ ഒബ്സർവേഷനും അവന്റെ അടുത്ത് അവൻ ബോള് എടുക്കുന്നതും ഞാൻ അവന്റെ കൂടെ ഓടിയതും, പിന്നെ ഞങ്ങൾ അവിടെ കളിച്ചപ്പോ പത വന്നതൊക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് ഫാർ വൺ ഓഫ് ദ ടഫസ്റ്റ് ഗെയിം. ഇനി സ്ക്രം എന്നുള്ള പദം ഉണ്ടായത് ബാസ്കറ്റ്ബോളിൽ നിന്നാന്ന് അറിയാമോ? അപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ റൂക്കി ബാസ്കറ്റ്ബോളിൽ നിന്നാന്നോളൂ, മനസ്സിലായില്ലേ? പക്ഷെ ഓരോ റീജിയൻ അനുസരിച്ച് ആ റീജിയന്റെ ഫേവറേറ്റ് മാറി. എനിക്ക് തോന്നുന്നു ചന്ദ്രപ്പനി സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നു വോളിബോള് അതാണ് ഇത്തിരി കൂടി അല്ലേ? അതെ അതെ. അല്ല, ഈ വോളിബോൾ കൊടുങ്ങല്ലൂർ വേണ്ട, മൂത്തൂന്ന് അല്ലെങ്കിൽ വേണ്ട, പറവൂറിൽ നിന്നാണ് തുടങ്ങുന്നത്. ലാലിന്റെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വോളിബോൾ ഉണ്ട്. വോളിബോളും ഒരു 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 ഗെയിം വർക്ക് പ്ലേയിങ് ആണ് കേട്ടോ, മനസ്സിലായില്ലേ? അതിന് ടീമിന്റെ ഒരു ഔട്ട്സൈഡർ ആയിട്ട് അറ്റ്ലീസ്റ്റ് ബോൾ വെറുക്കാൻ പോയ വോളിബോള് ബോള് വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. ഇപ്പൊ ഞാൻ വോളിബോൾ എനിക്ക് എക്സ്പോഷർ വരാൻ കാരണം നമ്മുടെ നാട്ടിലൊന്നും വോളിബോള് എപ്പോഴോ ഒക്കെ ഒരു കോർട്ട് വന്നു. പക്ഷെ കൊടുങ്ങല്ലൂര് എല്ലാ കവലയിലും കോർട്ട് ഉണ്ടാവുമായിരുന്നു 80s. അപ്പോ ഈ മറ്റേ ആദ്യം വോളിബോളിനെ നമ്മൾ അടിക്കാനും പോകും. അപ്പൊ ലൈറ്റ് ഫുട്ബോളാണല്ലോ ഈ സാധനം, അടിച്ചാൽ കുറെ പോവും. അപ്പൊ റിയൽ ഫുട്ബോള് നമുക്ക് ബൂട്ടില്ലാണ്ട് അടിച്ചാൽ വേനെടുക്കും കാര്യം, വോളിബോൾ എടുക്കൂല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ പോയി നിന്ന് ഒരു 2-3 കൊല്ലം, അതായത് ഒരു 82 മുതൽ 85 വരെ 87 വരെ ഞാൻ കണ്ടിട്ട് വോളിബോൾ കാണും. എന്നിട്ട് 87 ഞാൻ വോളിബോൾ കളിക്കുന്നത് ഇവിടെ. അപ്പോ ഈ കളി കണ്ടതിന്റെ ഇതൊക്കെ വെച്ചാൽ ഒരു നല്ലൊരു ഗെയിമായിട്ട് തന്നെ തോന്നിയത്. മറ്റേ ഈ ചന്ദ്രാപനായിട്ട് നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ? അല്ല, ഞങ്ങളുടെ വോളിബോൾ ടീം സ്കൂളിലുള്ളതേ സെക്കൻഡ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ വോളിബോൾ ടീം, എന്റെ സീനിയർ വോളിബോൾ ടീം അടിപൊളിയായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. ചന്ദ്രപ്പിന്നിയിലുള്ളവർക്കായിരിക്കും മിക്കവാറും ഫസ്റ്റ് കിട്ടുന്നത്, സ്റ്റേറ്റ്സ് ആയാലും ഈ ഏറ്റവും ബെസ്റ്റ് വോളിബോൾ പ്ലേയേഴ്സ് ഞാൻ കണ്ടാണ് ഈ കണക്കെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. തെങ്ങ് കയറുന്നതാണ് അവരുടെ തൊഴിൽ. അവര് ഉഗ്രായിട്ട് കളിക്കുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, അവര് നടത്തുന്ന ക്ലബിന്റെ ഔട്ട് വർക്ക് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്ത്, മനസ്സിലായില്ലേ? അവർ ഉഗ്രായിട്ട് കളിക്കും. അങ്ങനെ അപ്പൊ ഈ CBSE മീറ്റ് ഒക്കെ ഞങ്ങളുടെ സ്കൂളിൽ നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ മറ്റേ ബോൾ ബോയ് എന്നല്ലേ പറഞ്ഞ, അല്ലെങ്കിൽ കൊണ്ടുനടക്കാൻ അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതെ അതെ. അല്ല, ഈ ക്രിക്കറ്റും ഒക്കെ ഉണ്ടല്ലോ, നല്ല പ്ലേയേഴ്സ് ഒരു കാലത്ത് ഔട്ട് വർക്ക് ചെയ്യണം. ക്രിക്കറ്റിൽ ഔട്ട് പറക്കണം എന്ന് ഞാൻ പറയണേ. പിന്നെ ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ വോളിബോള്, ബാസ്കറ്റ്ബോള്. ഇത് ഞാൻ മെയിൻ സ്ട്രീം ആയിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് വോളിബോള് ടീമിൽ കയറാൻ പറ്റാത്ത ഞാൻ ജേഴ്സി വാങ്ങിയില്ല. അതിന്റെ അധികം അങ്ങനെയല്ല, ഫിനാൻഷ്യലി നമ്മൾ അതുകൊണ്ട് എനിക്ക് ടീമിൽ കയറാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ടീമിൽ കയറിയാനെ. അല്ല, ചില കളികളെ മറ്റേ കളസം കയറും, മനസ്സിലായില്ലേ? വേറെ എക്സ്പെൻസീവാ. ഗോൾഫൊക്കെ അങ്ങനത്തെ കളിയാന്നാ പറയുന്നത്. അന്ന് ജേഴ്സി എനിക്കറിയില്ല, 10,000 രൂപ. പക്ഷെ അന്നത്തെ എനിക്ക് 1,000 രൂപ എമൗണ്ട് ആയിരുന്നു. അത്
ഞാൻ വീട്ടിൽ ചോദിക്കാൻ പോലും പോയിട്ടില്ല തോന്നണം എന്റെ ഓർമ്മയില്. ഞാൻ വേണ്ടാന്ന് വെച്ചതാ. അല്ലല്ല, അപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഈ അല്ല ഫുട്ബോൾ ഇല്ലേ, ഫുട്ബോൾ അല്ല ബാസ്കറ്റ്ബോൾ ശരിക്കും ഒരു ഡിഫിക്കൽട്ട് ഗെയിം തന്നെയാ. അത് കളിക്കാൻ നോക്കും വേറെ അറിയണേ, എനിക്ക് മനസ്സിലായില്ലേ? എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് സ്കൂളില്. ആ ഞാൻ ബിലോ ആവറേജ് പ്ലെയർ ആണ്, പക്ഷെ എനിക്ക് കളിക്കാനും പറ്റും. പിന്നെ നമ്മളെ അങ്ങനെയല്ലേ ഇപ്പൊ കളിക്കാന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മേ ബി ഇൻ എ വേ ഞാനിപ്പോ ഇവിടുത്തെ അനുഭവം ഇപ്പൊ ഞാൻ റീകളക്ട് ചെയ്യുമ്പോഴേ ശരിക്കും നമ്മള് ഈ നമ്മുടെ നൈബർഹുഡിൽ കളിക്കുന്ന ഗെയിംസ് നമ്മളെ ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി സാറ്റ് കളിക്കുക, പിന്നെ തൊങ്കിത്തൊട്ട് എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, ഇങ്ങനെ അങ്ങനത്തെ ഗെയിംസും ഒക്കെ ഈ പല നാടൻ ഗെയിംസ് ഉണ്ട്. അതൊക്കെ ശരിക്കും നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യും, മനസ്സിലായില്ലേ? ഫിസിക്കൽ ഗെയിംസില് ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ബാസ്കറ്റ്ബോൾ എടുക്കാൻ കാരണം അവിടെ വേറെ ആരും ബാസ്കറ്റ്ബോൾ കളിക്കില്ല. പിന്നെ ആകപ്പാട് ഞാനും എന്റെ ഫ്രണ്ട് ഞങ്ങളാ ടീം തുടങ്ങിയത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചേക്കാൻ അതേ സ്ട്രാറ്റജി, അതായത് ആൾക്കാര് തീരെ ഇല്ലാത്ത സാധനം എടുക്കുന്നു, അതിന്റെ ടീം ഫോം ചെയ്യുന്നു, പിന്നെ അത് കൈമാറുന്നു, മതിയാകുമ്പോ പിന്നെ നമ്മൾ നമ്മുടെ പണിക്ക് പോകുന്നു. അത് തന്നെയാണ് ഞാൻ സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്തത്. അല്ലല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സ്വിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആലുവ, ഇപ്പൊ ഞാൻ കുളത്തിലാണ് സ്വിം ചെയ്യാൻ പഠിച്ചത് കൊടുങ്ങല്ലൂർ ഏരിയയില്. പിന്നെ അത് പുഴയില് അക്രോസ് നീന്താനും, പിന്നെ ഗാരി കാസ്പറോവ് എന്തോ അന്ന് ചെസ് ക്രൈസ് നടന്നിരുന്ന കാലം. അപ്പൊ ഗാരി കാസ്പറോവ് 1.6 മൈൽ നീന്തുന്നോ അല്ലെങ്കിൽ 1 മൈൽ നീന്തുന്നോ എന്തോ 1.6 കിലോമീറ്റർ നീന്തുന്നു പറഞ്ഞു. പിന്നെ ആലുവയില് ഞങ്ങളുടെ അവിടുത്തെ കടവിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് ആലുവ ചന്തയുണ്ട്, ചന്തയുടെ അവിടുത്തെ അക്വഡേറ്റിന്റെ അടിയില് മറ്റേ ഒരു സ്ഥലമുണ്ട്, അവിടം വരെ പോയിട്ട് തിരിച്ച് ഒറിജിനൽ സ്ഥലത്ത് പോയിട്ട് നീന്തി വരും, മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു പവർ സ്വിമ്മർ ആയിരുന്നില്ല, എൻഡ്യൂറൻസ് സ്വിമ്മർ ആയിരുന്നു. അപ്പൊ ആ സ്വിമ്മിങ് ഒരു എന്താ പറയാ, അതായത് പിന്നെ ഈ മറ്റേ ട്രിപ്പ്, ഈ കമ്പനിയിൽ നിന്നൊക്കെ ഈ ട്രിപ്പിനൊക്കെ പോകുമ്പോ ഡാമിന്റെ ഒക്കെ അടിയിലൊക്കെ ഇരുന്ന് ഡേഞ്ചറസ് ആയിട്ട് നീന്തി കിടക്കുക, ഇങ്ങനത്തെയൊക്കെ കുറെ കോപ്രായങ്ങൾ കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ സ്കിൽ ഉണ്ടെങ്കിലേ. അത് ഏറ്റവും വരുന്നത് പറഞ്ഞാൽ ഞാൻ ശരത്തും അത് അതിരപ്പള്ളിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ അല്ല, അതിരപ്പള്ളി പക്ഷെ ബോധമില്ലാത്തവനെ അങ്ങനെ സ്വിം ചെയ്യുള്ളൂ കേട്ടോ. കാരണം അതിരപ്പള്ളി ഇസ് നോട്ട് സ്വിമ്മിങ് കാണിക്കേണ്ട സ്ഥലമല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ ആ അടിയിലൊക്കെ പോകും, ഇതല്ലേ? പിന്നെ അടിയിൽ കുറച്ചുണ്ട് സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അവിടെ പിടിക്കാനൊക്കെ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഈ ചില ആൾക്കാർ അവിടെ സൈഡിൽ വന്നിരുന്നിട്ട് അടിയിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. ഞാൻ എന്ത് തരത്തിലാമാരെ അവിടെ പോയി നിൽക്കണേന്ന് പോലെ എനിക്ക് നീന്താ പറഞ്ഞിട്ട് കാര്യമില്ല, വീണ് കഴിഞ്ഞാൽ ചത്തൂല്ലേ. അപ്പൊ അങ്ങനത്തെ കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഏഴാറ്റുമുഖം, അതിരപ്പള്ളി, വാഴച്ചാല് പിന്നെ നീന്താം. അതിരപ്പള്ളിയാണ് റിസ്ക് കൂടുതൽ നോക്കിയിട്ട്. മറ്റേ ഏഴാറ്റുമുഖമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നീന്താൻ പറ്റുന്നത്. അത് നിങ്ങളുടെ അടുത്തല്ലേ? സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് പഠിച്ചിട്ട് അവിടെ നീന്താൻ പറ്റില്ല പ്രസിദ്ധി, കാരണം അല്ല, സ്വിമ്മിംഗ് പൂളില് നീന്തൽ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഈ സ്കില്ലല്ലാന്നല്ല പറയണേ, അത് കുറച്ചും കൂടി കൺട്രോൾഡ് ആണല്ലോ. ഞാൻ സ്വിമ്മിംഗ് പൂളിലാട്ടോ പഠിച്ചേക്കുന്നല്ല. ഞാൻ പുഴയിലൊന്നും ഇറങ്ങിയിട്ടില്ല. ആകപ്പാട് പമ്പയിലാണ് ഞാൻ ഇറങ്ങിയേക്കണത്, പക്ഷെ അവിടെ കാലുകുത്താൻ പറ്റും. അതല്ല, ഈ പുഴയില് ഇറങ്ങുന്നതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് പുഴയില് നീന്തണം. അപ്പൊ ഒരിക്കലും അതൊരു ഒരു പ്രത്യേക അനുഭവമാണ്. ബെറ്റ് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം, പക്ഷെ എനിക്ക് അക്കരെ കിടക്കാൻ പറ്റില്ല. അത് വെറുതെ റിസ്ക്. അത് നിർണായകമുള്ള സ്ഥലത്തൊക്കെ നീന്തലൊക്കെ ഇതൊക്കെ ഒരു ക്രൈസിന്റെ പുറത്ത് ചെയ്തിരുന്ന വഞ്ചി ട്രിപ്പില് മോഹൻലാലിന്റെ നരൻ കണ്ടിട്ട് അയ്യോ, ഞാനേ അത് കണ്ട് നീന്തലൊക്കെ നിർത്തിയിട്ടാ. 2006 5 നരൻ ഇറങ്ങി. മോഹൻലാലിന്റെ നീന്തല് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ പിറ്റേ ദിവസം പോയി നീന്തി. എനിക്കിപ്പോഴും എന്താ പറയാ, അതിപ്പോ എന്റെ 2ാമത്തെ മകന് കാർത്തിക് എന്ന പേര് വീണത് തന്നെ ആ ക്യാരക്ടറിനെ വെച്ചിട്ടുണ്ടോ? അതായത് നരൻ വന്നാൽ ഞാൻ അപ്പം നിൽക്കും. ആ ഒഴുക്കില് നീന്തണത് ഉണ്ടല്ലോ, അതായത് തിരിച്ചു. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ട് ശരത്ത് നീന്തൽ പഠിച്ചെന്ന് പറഞ്ഞു. ശരത്ത് നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണേട്ടാ ലാലെ. അപ്പൊ
നമ്മൾ നീന്താന്ന് പറയും. അപ്പൊ വൈശാഖ് ബാബു ഇങ്ങനെ കടവിലിരിക്കുക, ഞങ്ങള് നീന്തി അക്കരെ എത്തിയപ്പോ ഒരു പ്രശ്നം, അവിടെ ചെളിയാ മാംഗ്രോവ്സിന്റെ, അപ്പൊ അവിടെ നിൽക്കാൻ പറ്റില്ല, അപ്പൊ തിരിച്ച് നീന്തണം. തിരിച്ച് കുറച്ച് നീന്തി കഴിഞ്ഞപ്പോ ശരത്ത് പറയണേ ഞാൻ ഈ ഇടയ്ക്കാ നീന്തൽ പഠിച്ചതെന്ന്. അപ്പൊ അത്രയും നേരം അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സാറ് കഥ ടെസ്റ്റ് ചെയ്യണ്. ഞാൻ കുളത്തിലായിരുന്നു നീന്തിയിരുന്നേ. അല്ല അത് ആ സ്ട്രെച്ചില് നീന്താനുണ്ടല്ലോ ഒരു ബുദ്ധിയുള്ളവന് പറ്റില്ല. നിങ്ങൾ ആലുവ അതിരാശ്രമത്തിൽ പോവാ, എന്നിട്ട് അവിടുത്തെ ആ നീന്തൽ അല്ല, അത് സർവൈവൽ ടെക്നിക്സ് ഉണ്ട്, അത് പഠിച്ചാ മതി. നമുക്ക് കടലിൽ വരെ നീന്താം. അല്ല അപ്പൊ അന്ന് എന്താ സംഭവിച്ച അന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ വായിന്ന് കിളിപോയി, മനസ്സിലായില്ല. അതായത് ഞാൻ വിചാരിച്ച പുഴ സ്ഥിരം നീന്തലാണ്. അതായത് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ അറിയുമെങ്കിൽ അതാണ് കോൺഫിഡൻസ് നീന്തൽ ആളുടെ. നല്ല മലന്നാണോ നീന്തി? അല്ലല്ല അങ്ങനെയല്ല. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പേടി വരുന്ന തോന്നണ ശരത്ത്, എനിക്കറിയില്ല കേട്ടോ. കാരണം വെള്ളം പെട്ടെന്ന് കേറട്ടെ നമുക്ക് പേടി വരും. അല്ല ശ്രീത്ത്, ഇത് മറ്റേ സാറ് പറഞ്ഞ പോലെ ഞാനും എൻഡ്യൂറൻസ് നീന്തലാരനായിരുന്നു. അതായത് കുളത്തിലായിരുന്നു മാത്രം. അങ്ങനെയല്ല, അതായത് കൗണ്ട് ചെയ്യുവാണെങ്കിൽ 2 കിലോമീറ്റേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് നീന്തുമായിരുന്നു. അല്ല പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങള് പറയണത് വിശ്വസിക്കണേ, നിങ്ങൾ ആദ്യമായിട്ടാണ് പുഴയില് ആ സ്ട്രെച്ച് നീന്തുന്നത്, അത്രയും അല്ല. ഒരു പുഴ കിടക്കുന്ന ആദ്യമായിട്ടായിരിക്കില്ല. അതെ ചെറിയ പുഴ മറ്റേ അല്ല, ആദ്യമായിട്ട് പുഴ കിടക്കാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഏറിയ 20 മീറ്റർ നീന്തിക്കൊള്ളുണ്ട്, തിരിച്ച് നീന്തിക്കും. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എന്താ, നിങ്ങൾക്ക് നീന്താൻ അറിയാം. തമാശ എന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കാൻ പറ്റിയില്ല ചെടി കാരണം. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ച് നീന്തേണ്ടി വരുമ്പോഴേ ഇത് പറയണേ, ഇവിടെ കിട്ടിയ. അപ്പൊ അല്ല സാർ, അതാണ് ഞാൻ പറയണേ. ഇത് അതായത് മറ്റേ ആ മുഗാംബി കുളമില്ലേ, അത് 90 മീറ്റർ ഉണ്ട് വൺ സൈഡ്. അത് ഞാൻ 6 ടൈംസ് ഒക്കെ കൂളായിട്ട് ഇത് ചെയ്യും. പക്ഷെ അതിന് ഒഴുക്കില്ലല്ലോ. കൂളായിട്ട് അതിന്റെ ഇത് പെരിമീറ്റർ ട്രേസ് ചെയ്യും 6 ടൈംസ്. അങ്ങോട്ടും ഇങ്ങോട്ടല്ല, അതിന് ഒഴുക്കില്ല. പിന്നെ നമ്മൾ നീന്തിയത് എവിടെയാ? ബ്രാഞ്ച് ഉള്ള സ്ഥലത്താ. അല്ല അത് ശരിയാണ്. അപ്പൊ അത് ഞാൻ പറയട്ടെ, അവിടെ ഒഴുക്കുണ്ടെങ്കിലും മലന്ന് കിടന്നിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ അറിയുന്ന ഒരാൾക്ക് ടയർഡ് ആവില്ല, സുഖമായിട്ട്. അല്ല അത് പൊതു തത്വം. അല്ലല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ മലന്ന് നീന്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ പുഴ കിടക്കാട്ടോ. വെറുതെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അല്ല, ഈ മലന്ന് നീന്തുന്നതും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതും ഏകദേശം സെയിം അൽഗോരിതം. അതെനിക്ക് മനസ്സിലായി. എഫേർട്ട് ഇല്ല. അല്ല പക്ഷേ അങ്ങനെ ഒരു ഞാൻ പിൽക്കാലത്ത് പലരെയും കൊണ്ട് കാണിക്കും, ഒന്ന് നല്ല നീന്താൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അത് കണ്ട് ഞാൻ ശരത്തും കൂടി നീന്തിയ കഥ പറയും. അവരുടെ കോൺഫിഡൻസ് പോകും. പക്ഷെ നിങ്ങൾ ആലുവില ഒരു ലേഡിയുടെ പ്രതിമ ഇരിക്കണ സ്ഥലം മുതല് ആ എഡ്ജില് പോയി നീന്തണം. അത്രയും ദൂരെ നോക്കുമ്പോണ്ടല്ലോ അല്ല. അപ്പൊ ആശ്രമത്തിൽ നിന്നുള്ള വ്യൂ കാണുമ്പോഴാണ് അത്രയും ആ ഭീകരത മനസ്സിലാക്കുക. കാരണം വെൻ യു ആർ ഇൻ ദ ഗെയിം യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്നുവെച്ചാൽ ഹൗ ഡു യു വാക്ക് 100 കിലോമീറ്റേഴ്സ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞതിനുള്ള പ്രശ്നമുള്ളൂ. പക്ഷെ നിങ്ങള് ഉറപ്പാണ് ഈ ഞാൻ അടുത്താണ് ഇപ്പോഴും ഞാൻ നീന്താൻ തയ്യാറില്ല. എനിക്ക് ഡിസ്ലൊക്കേഷന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നാലാണ് പ്രശ്നം. അത് പെട്ടെന്ന് ഈ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാലേ കൂടുതൽ ടെക്നിക്ക് അവിടെ ഉപയോഗിക്കാം കേട്ടോ. ശരത്ത് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാം. എത്ര നേരം കിടക്കാം, മനസ്സിലായി? എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്. അല്ല അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ ഞാൻ LNCP-ലാ പഠിച്ചതേ, കാര്യാലയം. ഫസ്റ്റ് സ്വിമ്മിംഗ് ക്ലാസ് അവിടെ അല്ല. അപ്പൊ അവിടെ മറ്റേ 50 ഫീറ്റ് ടു 6 ഫീറ്റ് 4 ഫീറ്റോ ആണ് എൻഡ്. അവിടെ നിന്ന് മറ്റേ ഏറ്റവും മുകളിൽ കയറി ചാടുക അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ 9 ഫീറ്റ് എത്തിയപ്പോ എന്റെ കയ്യിൽ ഡിസ്ലൊക്കേറ്റ് ആയി. ഞാനാണെങ്കിൽ അന്ന് ഭയങ്കരമായിട്ട് ചിരിക്കണേത്. പക്ഷെ ഞാൻ കരയുടെ ഇതാ സമയത്ത് അത് കണ്ടപ്പോ ആൾക്കാർ ഞാൻ കളിക്കണേതാ. പക്ഷെ അവരെന്നെ ഒന്ന് എടുത്തോണ്ട് പോയി. ആ സമയത്ത് അതോടുകൂടി പിന്നെ ഞാൻ ഡീസന്റ് സ്വിമ്മിങ് പോണേത്. ഇങ്ങനെയുള്ള കുറച്ച് മറ്റേ ഒളിമ്പിക്സിലെ ബോഡിന്ന് ആൾക്കാർ വെള്ളത്തിലൊക്കെ ചാടണ കണ്ടിട്ടെ 1988 ഒളിമ്പിക്സ് കണ്ടപ്പോ ഞങ്ങളുടെ ഒരു കശുമാവുണ്ട്. ഞാൻ അവിടെ നിന്ന് ചാടി. പക്ഷെ ആ ഡിസ്റ്റൻസ് കുറവായിരുന്നു. അപ്പൊ എന്റെ ശരീരം അത് അടിച്ച്
ഒരാഴ്ച പെയിൻ ആയിരുന്നു. ഞാൻ എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ട. ഈ മറ്റേ വൈശാഖ് ബാബുവിന്റെ തറവാട് ഉണ്ട് കാളിയകുളങ്ങര. അതിന്റെ അടുത്തൊരു അമ്പലത്തില് ഒരു കുളം ഉണ്ട്. അതിനകത്തൊരു ഡീപ്പ് സ്പോട്ട് ഉണ്ട് ഒരു ആംഗിളില്. അവിടെ നമുക്ക് ചാടാൻ പറ്റും. അതായത് ഇത് പടവ് ഹൈറ്റിൽ കെട്ടിയേക്കുന്ന കുളമാണ് സാറേ. നമുക്ക് അതായത് ഒരു മതിലിന്റെ പൊക്കത്തില് സ്റ്റെപ്പ് പോലെ ഉണ്ട്. അവിടെ നിന്നും ചാടാം, ആ മതിലിന്റെ മേളിൽ നിന്നും ചാടാം. അവിടെ നിന്ന് ചാടുമായിരുന്നു. പക്ഷെ പിന്നെ ഇത് മറ്റേ സൈനസിന്റെ പ്രശ്നമൊക്കെ വന്ന് പിന്നെ ഫുൾ കംപ്ലീറ്റ്ലി നിർത്തി. അവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഒരു വയസ്സായ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ മോൻ മുങ്ങി മരിക്കാൻ എന്തോ പോയിട്ട് പുള്ളി വയസ്സാം കാലത്ത് നീന്തൽ പഠിപ്പിച്ചിട്ട് പുള്ളി എല്ലാവരും നീന്തൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി ടയർ ട്യൂബ് കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മൾ ആദ്യം ബോഡി ബെൻഡ് ചെയ്യിക്കാൻ പഠിപ്പിക്കും. അതായത് പടവിൽ നിന്ന് ടയർ ട്യൂബ് ഇട്ടിട്ട് അതിന്റെ അപ്പുറത്തോട്ട് ചാടറിയാം. അങ്ങനെ ചാടിപ്പിച്ച് പിന്നെ ഇതിന്റെ മേളിൽ കയറ്റും. ഞാൻ ചോദിക്കട്ടെ, ഈ ശരത് ഭായ് വെള്ളത്തിന്റെ അടിയിലാണോ ആദ്യം നീന്താൻ പഠിച്ചത് അതോ മുകളിലാണോ? മേളില്. ഞാൻ താഴെയായിരുന്നു. അത് ആഴമില്ല സ്ഥലമായിരിക്കും. ആഴുണ്ടായില്ല. പിന്നെ ആരും ഞാൻ പോയ സ്ഥലത്തൊക്കെ മുങ്ങി മരിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അത് കൊടൊക്കെ വെച്ചാണ് വൈശാഖ് പഠിപ്പിച്ചിരുന്നത്. അതായത് ഈ ഓണത്തിനൊക്കെ മറ്റേ കൊച്ചച്ഛനൊക്കെ ഇറക്കുമായിരുന്നു. അച്ഛന്റെ വീടിന്റെ ബാക്കില് പുഴയല്ല, ചെറിയ ഭയങ്കര ഇതില്ല, വിട്ടില്ല. അപ്പൊ ആദ്യം കൊടൊക്കെ വെച്ചിട്ടാണ്, കൊട ഇങ്ങനെ നെഞ്ചത്തൊക്കെ വെച്ചുള്ള പരിപാടിയൊക്കെയാണ്. അല്ല ഇവിടെ ഇതിന്ന് ആണ് ഞാൻ ഈ 2 നില വീടിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും. പക്ഷെ നമ്മള് ഇത് സ്ട്രെങ്ത് പരീക്ഷിക്കാൻ വേണ്ടിയുണ്ട്. ഇപ്പോഴും പറ്റും, അത് എല്ലാവർക്കും പറ്റും എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാ? 2 നില വീടിൽ നിന്ന് ചാടുമ്പോ ഒരു പക്ഷിയെ ഒരു പ്രത്യേക രീതിയിൽ ലാൻഡ് ചെയ്യാൻ വെള്ളത്തിലോട്ട് ചാടുന്നവരാണോ പറഞ്ഞത്? അല്ല, കരയിലേക്ക് ചാടുമ്പേ നിങ്ങൾ എങ്ങനെയാണ് മറ്റേ ഗ്രൗണ്ടിലുള്ള ഇമ്പാക്ട് എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഇരിക്കുമ്പോ ജസ്റ്റ് താഴേക്ക് ഇങ്ങോട്ട് പോവുക, ആ ഒരു ഇതില്. അതെങ്ങനെ പറയാ, മുട്ടുമടക്കിയിട്ട്. അല്ല, പണ്ടേ എന്റെ അവിടെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരു മതിലിന്റെ മോളിൽ നിന്ന് ഈ മുട്ടു വളയ്ക്കാതെ ചാടാൻ പറയാം. അതായത് അവന്റെ കാല് ഒടിയണം. അല്ല അപ്പൊ അല്ല 2 നിലയുടെ മുകളിൽ നിന്നോ? അല്ല, ഞാൻ അങ്ങനത്തെ ചെയ്യാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ചെയ്യണത്. അതിന്റെ അൽഗോരിതം എന്താണ് സാർ? ഞാനിതിന്റെ ആളായിരുന്നു. അല്ല പക്ഷെ ആ ലാൻഡിങ് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യണം? ഒരു മരം കണ്ട അതിന് അതായത് സാർ ഇതെങ്ങനെ ഞാൻ ചെയ്യുന്ന അറിയൂ. ആദ്യം ഞാൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മതിലിന്റെ മുകളിൽ ചാടി. പിന്നെ ഞാനൊരു 50 സെന്റിമീറ്റർ കൂട്ടി ഹൈറ്റ് കൂട്ടി ചാടുമ്പോ എന്റെ ഇമ്പാക്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു നിലെത്തി, പിന്നെ വീടിന്റെ മുകളിൽ നിർത്തി ചാടാൻ തുടങ്ങി. അങ്ങനെ ജാക്കിച്ചാനൊക്കെ ചാടണ വരില്ലേ? അതായത് ഈ ബിൽഡിംഗ് ഒക്കെ ചാടാനും നിങ്ങക്ക് ആ ഒരു മങ്കി ഗ്രിപ്പ് ഉണ്ടോ? ഇപ്പൊ പൂച്ച ചാടി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും 4 കാര്യത്തിൽ വീഴുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡയറക്റ്റ്ലി എടുത്ത് ചാടാൻ സമ്മർ അടിച്ചിട്ടൊന്നല്ല കേട്ടോ, ചുമ്മാ എടുത്ത് ചാടേണ്ട പറഞ്ഞു. അല്ല ആയിക്കോട്ടെ. നിങ്ങൾ വിചാരിക്കണം അത്രയും ഫീറ്റ് അല്ലാതെ. അപ്പൊ എങ്ങനെയാ ഇമ്പാക്ട്? ഇമ്പാക്ട് 24 അടി ചാടുന്നാണ് പറഞ്ഞത്. 24 അടി അല്ലെ? 24 അടി. ഓക്കെ, 24 അടി 24 അടി അല്ല 8 മീറ്റർ ഹൈറ്റ് ആയി. സാർ എന്റെ ഒരു പെർസെപ്ഷനില് എല്ലാ ആൾക്കാർക്കും അത് പറ്റുന്നതാണ്. അല്ല അത് പറ്റൂന്ന്, കാറ്റിന് പറ്റും, എല്ലാ ആനിമൽസിനും പറ്റൂന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചാടിയ കാലൊടിയെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിങ്ങക്ക് ഒരു പ്രത്യേക രീതിയിൽ ചാടിയാ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ചാടുന്നത്. എന്റെ ഒരു ടെക്നിക്ക് എന്താന്ന് ചോദിക്കണമല്ലോ. ഇപ്പൊ പൂഴിയുള്ള സ്ഥലത്ത് കൊടുങ്ങല്ലൂരാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ടെക്നിക്ക് എന്താന്ന് വെച്ചപ്പോ എല്ലാരും പഠിപ്പിച്ചു എന്നല്ല. നമ്മള് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഹൈറ്റ് കൂട്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് കയറിയതാണ്. അല്ല, ഇപ്പൊ മതില് ചാടുമ്പോ ഉണ്ടല്ലോ, ഈവൻ ഈ 10 ഫീറ്റ് മതിലൊക്കെ വളരെ കുറവാണ് നമ്മുടെ നാട്ടില്. 10 ഫീറ്റ് മതില് എന്താ പറയുക, 10 ഇല്ല, ഇപ്പൊ 6 ഫീറ്റ് കൂടുതൽ മതിൽ ഉണ്ടാവില്ല മിക്ക സ്ഥലത്ത്. ഏറ്റവും ഇപ്പൊ 10 ഫീറ്റ്. അപ്പോ അങ്ങനെയുള്ള സാധനം അത്യാവശ്യം ഹൈറ്റ് ഉള്ള മതിൽ ചാടിയിട്ട് തന്നെ ഉണ്ടല്ലോ കാല് വേനെടുക്കും. റോഡിലോട്ട് എന്തായാലും ചാടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. എന്റെ എന്താണ് മോളിൽ നിന്ന് ചാടുമ്പോ ഇല്ലേ,
സംഭവം ഇതിന്റെ ആംഗിള് മാറ്റി കൊടുക്കാന്നുള്ളതാണ് ഐഡിയ. അതെ അതെ, അത് ഉപ്പൂറ്റിയുടെ ആണോ ഉദ്ദേശിച്ചത്? ഉപ്പൂറ്റിയുടെ അല്ല, അതായത് കാലറ്റിയാണ് സ്പ്രിങ് പോലെ ഇരിക്കും. ആ ആ, ഷോക്ക് അല്ല, കുറച്ച് കാലം അബ്സോർബ് ചെയ്തിട്ട് അങ്ങനെ അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇരിക്കുമ്പോൾ താഴേക്കൂ സാർ, അല്ല നിർത്താൻ വൈശാഖെ, നോക്കരുത്. ഇരിക്കലും അല്ല വൈശാഖ, ആ മരം കണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചാടുന്നതിനെ അവിശ്വസിക്കുന്നില്ല. ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. മനസ്സിലായില്ലേ? സോ ദാറ്റ് റിപ്പീറ്റ് ചെയ്യാനില്ല. ഇന്ന് ചാടി എന്റെ തെറ്റും ഷുവറാണ്. അല്ല ഞാൻ ഐ ആം നോട്ട് ആസ്കിങ് യു ടു സീ. ലാലോ എന്നിട്ട് എന്നുവെച്ചാൽ കാല് ആക്ട് ചെയ്യണത് ചെറിയൊരു സ്പ്രിങ് പോലെ, ഫുള്ള് കാലിലെടുക്കൂല. അതെ 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 അതെ, അതെനിക്ക് മുഴുവൻ പറയട്ടെ അവസരം എന്താ. എന്നിട്ട് ബോഡി ഫുള്ള് ബെൻഡ് ചെയ്ത് കൊടുക്കും. ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിലാണ് ബാക്കി എടുക്കുക. എന്നിട്ട് ഉരുണ്ട് പോവാ ചെയ്യാ. അതായത് നിക്കൂല, നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒടിയും. അത് ശരിയാട്ടോ. അങ്ങനെ ഉരുണ്ടാണ്ട് പോകും. അല്ല, അപ്പോ ചില സ്പോട്ടിലല്ലേ ചാടാൻ പറ്റുള്ളൂ. അപ്പൊ ചില സ്പോട്ടിൽ ടാർട്ട് റോഡിലോട്ടൊന്നും ചാടരുത്. എന്തായാലും ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ പാറമാരിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനോവർ ചെയ്യാൻ സ്പേസ് വേണം. അതെ, ഫ്ലാറ്റ് സർഫസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ റോൾ ചെയ്യണ സ്ഥലം ഫ്ലാറ്റ് ആയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ തെങ്ങിന്റെ തടത്തിന്റെ ഏരിയയിലൊക്കെ പറ്റണ്ടല്ലോ? ഇല്ല, എനിക്ക് അങ്ങനെ റോട്ടിലേക്ക് ചാടിയ സീനില്ല പറഞ്ഞു. അതല്ല, ഈ ഷോൾഡർ വന്നിടിക്കുമ്പോ പരിക്ക് പറ്റാൻ ചാൻസ് കൂടുതല. കാലിന് പറ്റില്ല. ഈ മറ്റേ ഫുട്ബോള് കളിക്കുമ്പോ ഫ്രണ്ട് റോള്. അങ്ങനെയല്ല, ഈ കാലിലാണ് മാജിക് ഇരിക്കണേ, വെയിറ്റ് കുറെ താങ്ങണം. പക്ഷെ കാല് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കാലൊടിയും. അതല്ലേ, കാലൊരിക്കലും നമ്മുടെ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കണില്ല. അത് ചെറിയ ഇമ്പാക്റ്റിനൊന്ന് സ്ലോ ആക്കണ മാത്രമേ ഉള്ളൂ. എന്നിട്ട് റോൾ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. എവിടെ വെച്ചാണോ നിർത്താൻ നോക്കണത് അവിടെ തെല്ലുമ്പോ പണി കിട്ടും. അല്ല, അത് പക്ഷെ ശരിക്കും ഐദർ ട്രെയിൻഡോ അല്ലെങ്കിൽ ഈ ചില ആൾക്കാർക്ക് ഷോക്ക് അടിക്കില്ല, അങ്ങനത്തെ ഒരു മരുങ്ങണ്ടയിലല്ലേ പറ്റുള്ളൂ. അത് പ്രാക്ടീസ് വേണം, നല്ല പ്രാക്ടീസ് വേണം. ഇത് മറ്റേ പാർക്കോർ സംഭവമൊക്കെ ഇല്ലേ, അവന്മാരൊക്കെ ചെയ്യണത്. ഈ സംഭവം ഞാനിപ്പല്ല വൈശാഖിനെ അങ്ങനെ ചാടി പോണായിട്ട് ആ പരിപാടിയില്ലേ, ഈ പാർക്കോറ്, അതിന്റെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ മറ്റേ സോഫിസ്റ്റിക്കേറ്റഡ് സ്കില്ലൊന്നും നമ്മള് ചെയ്യില്ലായിരുന്നു. കുറച്ച് സ്കില്ലൊക്കെ ചെയ്തപ്പോ പണി പാളി. അതുകൊണ്ടാണ് നിർത്തിയത്. നിങ്ങക്ക് ബിൽഡിംഗ് കയറാൻ അറിയാവോ? ഞാൻ ഫാസ്റ്റ് ആയിട്ട് മരമൊക്കെ പിടച്ചു കയറും ഭയങ്കര ഇതില്. അല്ല, മരം കയറുന്നത് എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. ഞാൻ അണ്ണാനൊക്കെ ഫാസ്റ്റ് ആയിട്ട് കയറുന്ന മരമില്ല. ഞാൻ ചോദിച്ചത് അല്ലാത്ത സാധനങ്ങൾ കയറിയിട്ടുണ്ടെന്നാണ്. വാള്, മരം കയറുന്നത് ഒരു മരങ്ങാണത്. മനസ്സിലായില്ലേ? ഈ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം എപ്പോഴാന്ന് അറിയാമോ? പറ്റാത്ത കൊമ്പുമൊക്കെ കയറിയിട്ട് ഇറങ്ങാൻ പറ്റാണ്ടൊക്കെ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ പിന്നെ ഇരിഞ്ഞ കൊമ്പ് കുടിഞ്ഞിട്ട് അല്ല, മരം കയറുന്ന മാതിരിയല്ലല്ലോ ചാടുന്നത്. അല്ല സാറേ, ഞാൻ വാട്സാപ്പില് ഗ്രൂപ്പിൽ ഒരു പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വൈശാഖ് മാവുമേന്ന് ബിൽഡിങ്ങിലോട്ട് കയറാൻ പറ്റുമോ? അടുത്തന്നെ കയറാം. അതിനൊന്നും അല്ല ലാൽജി, ഞാൻ മറ്റേ വാട്സാപ്പിൽ ഒരു പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതാണ് എനിക്ക് പണി വന്ന സംഭവം. അത് പിന്നെ എനിക്ക് കയറാൻ പേടിയായി. പാറമടയില്ലേ, പാറമടയിൽ മറ്റേ പാറയില്ലേ വെർട്ടിക്കലായിട്ടുള്ള, അത് മേലെ പിടച്ച് കയറി ഒരു മുകളിലെത്തിയപ്പോ സ്റ്റക്കായി. പിന്നെ താഴേക്കും വരാൻ പറ്റണില്ല, മുകളിൽ കയറാനും പറ്റണില്ല. എന്നിട്ട് എന്താ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കണെന്ന്. ആരുമില്ല അവിടെ. അതായത് മറ്റേ വിട്ടാ ചത്തു. എന്നിട്ട് മോളില് ഒരു പുൽക്കൊടി ഉണ്ട് സാറേ, മറ്റേ മനസ്സിലായി, പുല്ലിന്റെ ഒരു കെട്ടുപോലെ ഇങ്ങനെ നിക്കണ്ട്. അതുമ്മേ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടർന്ന് താഴേക്ക് വരും. പക്ഷെ അതിന്റെ ആ ഫോഴ്സ് ഞാൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മേലേക്ക് ഒരു പുഷ് കിട്ടും. ഇത് പിടിച്ചപ്പോ താഴേക്ക് വരും, എന്നാൽ മുകളിലേക്ക് അറേഞ്ച് ചെയ്യണം. മനസ്സിലായോ? ആ ഒരു പ്രോബ്ലം ആയിരുന്നു അവിടെ കണ്ടത്. എന്റെ മോനെ 7 വയസ്സുള്ളപ്പോ, മൂത്ത മോൻ, പുള്ളി ഒരു അലമാരയുടെ മുകളിൽ കയറിയിട്ട് പുള്ളി അലമാരയുമ്പോ 12-15 മിനിറ്റോളം പുള്ളി ശ്വാസം വിടാതെ നിന്ന് ശ്വാസം വിട്ടാൽ പുള്ളി വീഴും. അപ്പൊ ഞാൻ ഇപ്പോഴും അത് കാണുമ്പോ എനിക്ക് ചിരി വരും. മനസ്സിലായില്ലേ? ഞാൻ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച കണ്ടിട്ട് എന്നിട്ട് പുള്ളിയുടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വീണാല് പുള്ളിയുടെ
ആ 7ാമത്തെ വയസ്സിൽ പുള്ളി കാണുന്ന ഡെപ്തിനേക്കാൾ അടിയിലാണ് സാധനം ഇരിക്കണത്. മനസ്സിലായോ? അതായത് പുള്ളി ഒരു സൈഡിൽ ഒരു സെറ്റി ഉണ്ടായിരുന്നു. സെറ്റിയിൽ നിന്നാണ് പുള്ളി അവിടം വരെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് പുള്ളി പിടിവിട്ടുപോയി, തൂങ്ങി. അപ്പൊ പുള്ളി അതുമ്പോ പിടിച്ച്, അപ്പൊ ആ സെറ്റിയുടെ ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഹൈറ്റ്, അത് അവന് 7 വയസ്സിലൊരു പയ്യനെ ചാടാൻ പറ്റില്ല. അപ്പൊ അത് 10-15 മിനിറ്റ് തന്നെ അവന്റെ ആശ്വാസം കണ്ടായിരുന്നു. നിങ്ങള് അമേരിക്കയുടെ പ്രസിഡന്റ് ആവണ്ടേ അതിന്റെ പിറ്റേ ദിവസം, കാരണം ചത്തല്ലേ. അല്ല ഇതിപ്പോ എന്താ വെച്ചാൽ എന്റെ വീടിന്റെ അടുത്ത് ഒരുത്തുണ്ട്, അവനെ കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോവാറ്. അപ്പൊ അവൻ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. യാതൊരെണ്ണം ഇട്ടുണ്ട് എന്റെ ഗ്രൂപ്പിൽ. ആ പാറമടയിൽ നിൽക്കണ ഞാനാണ്. സെൻട്രലിൽ ഏകദേശം കയറി പോകുമ്പോ എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് വീക്കുകളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ അതല്ല, നിങ്ങള് എടക്കൽ ഗുഹയില് മുകളിലോട്ട് കയറിയിട്ടുണ്ട്? ഏറ്റവും മുകളില്? ഇല്ല, ഞാൻ അവിടെ പോയിട്ടില്ല കേട്ടോ. അത് തന്നെ വട്ടം. എനിക്ക് അതല്ല, അല്ലെ, എനിക്ക് നീന്താൻ പോയിട്ടേ കോവളത്ത് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രാക്ടിക്കലി ചത്തെന്ന് വിചാരിച്ച, മൂക്കിലേറെ മണ്ണ്. കോവളത്തിന് പക്ഷെ ഇതില്ലല്ലോ, സ്റ്റീപ്പില്ലല്ലോ അല്ലെ? സ്റ്റീപ്പല്ല, അവിടെ ഒരു പാറയില്ലേ, അവിടെ പോയി തലയടിക്കാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കൺട്രോൾ കിട്ടും. ഞാനൊരു ഏകദേശം ഒരു 2 മിനിറ്റോളം എനിക്ക് ഒരു കൺട്രോളില്ല എന്റെ ലൈഫിൽ. അതുകൊണ്ട് ഞാൻ പനി പിടിച്ചിട്ട് അതിന്റെ മറ്റേ 2 ആഴ്ച കൊണ്ട് ഞാൻ റിക്കവർ ചെയ്തത്. കമ്പനിന്ന് ട്രിപ്പ് പോയത്. അല്ല, എന്റെ 3 നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എല്ലാം ഇങ്ങനത്തെ ഇവന്റ്സ് 3 ഇതല്ലാതെ വേറെ അതിരപ്പള്ളി റിസർവ് ഫോറസ്റ്റ്, അത് ഇതിങ്ങനെ പറയാനില്ലേ. ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഞാൻ കൂടി പോയാണ് ഉള്ളിലേക്ക്. അവന്റെ ഉള്ളില് അടിപൊളി ഒരു സ്മോൾ വാട്ടർഫോൾ ഉണ്ട്, അധികാരം കാണാത്ത. അത് അവിടുത്തെ ആദിവാസികൾക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. ഇവന് അവിടുത്തെ ഒരു ആദിവാസിനെ അറിയാം. അങ്ങനെ കണക്ട് ആയിട്ട് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. ഇത് എനിക്ക് അവന് 3ാമത്തെ ട്രിപ്പ് ആയിരുന്നു അവിടെ. മിക്ക തവണ പോകുമ്പോഴും ആന ഓടിക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റേ പുലി ആരെങ്കിലൊക്കെ ഇറങ്ങി പിന്നെ റിട്ടേൺ അടിക്കും. ഇത്തവണ പോയപ്പോ കറക്റ്റ് ആയിട്ട് പോയി. പക്ഷെ ഞങ്ങള് റൂട്ട് മാറിപ്പോയി പാറയമേക്കടെ പിടിച്ചാണ് മുകളിലേക്ക് കയറി ഉൾക്കാട്ടില്. അത് സെയിം അവസ്ഥ തന്നെ. ഒരു പോയിന്റ് എത്തി, ഇവൻ കയറി, പിന്നെ അവൻ കയറിയപ്പോ മുകളിൽ നിന്നുള്ള കംപ്ലീറ്റ് മണ്ണ് മൊത്തം എന്റെ കണ്ണിലേക്ക് വീണു. അവിടെ സ്റ്റക്കായി കംപ്ലീറ്റ്. അത് മുകളിലേക്ക് കയറാനും പറ്റില്ല, കാരണം പ്ലെയിൻ ആണ്. നമുക്ക് ഗ്രിപ്പൊന്നും ഇല്ല, അവിടെ ഒന്നും ഹോൾഡ് ചെയ്യാനൊന്നുമില്ല, താഴേക്ക് കുത്തനെയാണ്. അങ്ങനെ വരുമ്പേ നിങ്ങള് എങ്ങനെയാണ് ഈ കൈ കഴക്കുന്നതൊക്കെ മാറ്റുന്നത്? നിമിഷത്തില് സാറിന് ഭയങ്കര ഒരു എനർജി. അപ്പൊ നിങ്ങൾ കണ്ണടച്ചിരിക്കോ അതെയോ മറ്റേ നിങ്ങൾ എങ്ങനെ? സീരിയസ് ആണല്ലോ, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അല്ല എനിക്ക്. ഞാൻ അങ്ങനത്തെ കാലോടിയുന്ന സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടോ? അപ്പം പരവശമാണ്. പിന്നെ ഒരു മാസത്തേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. അല്ല, ഇപ്പൊ ഈ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സ്റ്റക്കായി. പിന്നെ അവനോട് വടിയൊക്കെ ഞാൻ നോക്കാൻ പറഞ്ഞു, പക്ഷെ അതൊന്നും കാര്യമൊന്നും ഉണ്ടായില്ല. കോലൊക്കെ ഇറങ്ങാൻ പറ്റില്ലെന്ന്. മുകളിലേക്ക് കയറലേ രക്ഷയുള്ളൂ, മുകളിലേക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് കണ്ണൊക്കെ നേരെയപ്പോ മുകളിൽ കയറി. അതായത് അവിടെയും ഇതുപോലെ തന്നെ ഈ പാറയുടെ സൈഡില് കുറെ പുൽക്കൊടികളൊക്കെ ഉണ്ട്. ആ മൊത്തം പുൽക്കൊടിനെ നമ്മള് ചുഴറ്റി പിടിച്ചിട്ട് വലിക്കുമ്പോ തന്നെ അത് പിഴുതു പോരും, മനസ്സിലായോ? പിടിക്കുമ്പോ അതും പ്ലസ് വേറൊരു അവനെന്തോ അവിടെ ഞാൻ കാട്ടുവള്ളി ഒപ്പിക്കാൻ പറഞ്ഞിട്ട് അതവൻ പറിച്ചുകൊണ്ട് വന്ന് അത് വെച്ചൊരു വള്ളിയൊക്കെ ഉണ്ടാക്കി. അതും ഇതും കോമ്പിനേഷൻ വെച്ചിട്ടാണ് കയറി മേലേക്ക്. കേറിയേ ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? ആ സമയത്ത് അതിനെ പരിപാടി നിർത്തി, വഴി എത്തിപ്പോയാണ് പറഞ്ഞു. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല വെർട്ടിക്കൽ. ഇത് 45 ഡിഗ്രി ക്ലൈംബിംഗ് അല്ല, മനസ്സിലായോ സാറേ? സ്റ്റീപ്പാണ്. ഞാൻ പ്രഡിക്റ്റ് ചെയ്യട്ടെ. പറഞ്ഞു. വൈശാഖ് ലൈനിന്റെ വീടിന്റെ മതിലുമ്മ കയറാൻ നോക്കിയപ്പോ അമ്മായിയപ്പൻ, ഫ്യൂച്ചർ അമ്മായിയപ്പൻ വെടി വെച്ചിട്ട് നമ്മുടെ ബുക്കിലുണ്ടായി. മൂന്നാമത്തെ സാറേ ഞാൻ
നമ്മൾ അഡ്വഞ്ചർ ആയിരുന്നു അല്ലജി കംപ്ലീറ്റ്, കാടായിരുന്നു കംപ്ലീറ്റ്, ഫേസ്ബുക്ക് കംപ്ലീറ്റ് ലാലന്റെ കാടിന്റെ അഡ്വഞ്ചേഴ്സ് ഇതൊക്കെയായിരുന്നു. അതല്ല മറ്റേ വൈശാഖിന്റെ ഒരു സ്പിരിച്വൽ യാത്രയെ കുറിച്ച് ഒരു വീഡിയോ തന്നെ പിടിക്കണം എന്നാ പറയണത്. അതായത് ആ കാട്ടിലെ താമസമൊക്കെ ചെയ്തില്ലേ, പാമ്പിന്. അല്ല ഇനിയിപ്പോ ഒരു വലുതൊരെണ്ണം വന്നിട്ടുണ്ട്. അതല്ല വിഷപ്പാമ്പുള്ള റെക്കോർഡിംഗ് ആയതുകൊണ്ട് നമ്മൾ കുറെ ഇൻസിഡന്റ് ഒന്നും പറയാനില്ല. കാരണം നാളെ ആരെങ്കിലും ചേട്ടന്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓടിക്കാൻ മനസ്സിലായി. അതല്ല മൂന്നാമത്തെ എന്താണ്, രണ്ട് മനസ്സിലായി ഇപ്പൊ. മൂന്നാമത്തെ ഈ മാവൂര്, കോഴിക്കോടല്ലേ, കോഴിക്കോട് മാവൂര് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെയാണ് NCCയുടെ IGC ക്യാമ്പ്സ് ഒക്കെ ഉണ്ടാവുക, മനസ്സിലായോ സാർ? ഈ അതില് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാം. അവിടെ നമുക്ക് അത് പ്രസന്റ് ചെയ്യാം NCCയുടെ ഒരു ഇതായിട്ട്, മാർച്ച് അല്ലെങ്കിൽ TSC. അപ്പൊ ഞാൻ TSC ഗ്യാങ്ങിലായിരുന്നു. അതായത് എനിക്ക് പരേഡൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഓട്ടം ചാട്ടൊക്കെ ആയിരുന്നു. അപ്പൊ TSC എന്ന് വെച്ചാൽ തൽ സൈനിക് ക്യാമ്പ് എന്നൊക്കെ പറയും. അപ്പൊ അതില് അത്യാവശ്യം മറ്റേ 7.62 സെൽഫ് ലോഡിങ് റൈഫിള് അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മള് എന്താ പറയാ, അസംബിൾ ചെയ്യുക, ഡിസംബിൾ ചെയ്യുക ഫാസ്റ്റ് ആയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഗൺ റേഞ്ച് അവിടെ എയിം ചെയ്യുക, അങ്ങനെ കുറെ മറ്റേ എന്താ ക്ലോസസ്റ്റ് പോയിന്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അവരുടെ മറന്നു കറക്റ്റ് പേരെന്താന്ന്, ഷൂട്ടിങ് അത്. പിന്നെ റണ്ണിങ്, അതായത് നമ്മുടെ പുറത്ത് ഒരു 15 to 20 kg അവർ ഇടും. അപ്പൊ അത് ട്രെയിനിങ്ങിൽ ഒരു പാറക്കഷ്ണൊക്കെ ഇടാം ബാഗിൽ, ഈ ആർമിയുടെ. എന്നിട്ട് നമ്മളോട് ഓടാൻ പറയും. അപ്പൊ ഒരു 6 feet ഒരു വാൾ ഉണ്ട്, അത് ക്ലൈംബ് ചെയ്യണം നമ്മള്, ഇത് പുറത്തിട്ടിട്ട്. അങ്ങനെ ഒരു മാവൂരാന്ന് തോന്നുന്നു, അവിടെ ഒരു 30 അല്ലെങ്കിൽ 50 മീറ്ററിന്റെ ഒരു ഓടേണ്ട ഒരു പസിൽ പോലെ ഒരു സാധനം ഉണ്ട്, കുറെ ക്ലൈംബിങ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. അത് ഫിനിഷ് ചെയ്യണം. അപ്പൊ അതൊരു ഷോർട്ടസ്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യണം. അപ്പൊ എനിക്കുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനായിരുന്നു മറ്റേ എറണാകുളത്തിലെ ആലുവ UC കോളേജില് ഒരു മേജർ ഒരു ടോപ്പ് 3 ഉണ്ടായിരുന്നു ഫിനിഷ് ചെയ്യണില്ല ടൈമിങ്ങിൽ. പുറത്തെല്ലാം കിട്ടി. കാരണം ഈ അത്ലറ്റിക്സിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഓടാൻ. പിന്നെ ആ വെയിറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ വെയിറ്റ് അധികം താങ്ങില്ല. പക്ഷെ സ്പീഡിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഇത് മുതലാക്കാൻ വേണ്ടി മാവൂര് പോയപ്പോ നമ്മള് ഈ UC കോളേജിലുള്ള അതേ സ്പ്രിന്റ് ഇതിൽ തന്നെ എടുത്തിട്ട് പോയി. മാവൂര് പ്രശ്നം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡബിൾ ഡിച്ച് എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ഉണ്ട് സാർ അവിടെ. ഡബിൾ ഡിച്ച് എന്ന് വെച്ചാൽ അറിയോ, 2 കുഴി. അതായത് ഒരു കുഴി, അത് കഴിഞ്ഞിട്ട് സെന്ററിൽ സിമെന്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത കുഴി. അപ്പൊ നമ്മള് ചാടുമ്പോ ഫസ്റ്റത്തെ കുഴി ചാടി കഴിഞ്ഞ് ആ സെന്ററിൽ കാല് കുത്തിയിട്ട് അടുത്ത കുഴി കവച്ച് ചാടണം, മനസ്സിലായോ? പ്രശ്നം എന്താ വെച്ചാൽ ഈ 6 feet വാള് ചാടി അവിടെ വെച്ച് കൺട്രോൾ പോയി. പിന്നെ ഡബിൾ ഡിച്ചാണ്. ഞാൻ ഡബിൾ ഡിച്ച് എത്തിയപ്പോ എന്റെ സ്പീഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ചാടി ഇപ്പൊ ഫസ്റ്റത്തെ ഡിച്ച് കഴിഞ്ഞു പോയി. രണ്ടാമത്തെ, അതായത് സെന്ററിലുള്ള സിമെന്റ് ഇല്ലേ, അതും കഴിഞ്ഞു പോയി. രണ്ടാമത്തെ ഡിച്ച് എത്തി, നേരെ രണ്ടാമത്തെ ഡിച്ചിന്റെ സെന്ററിലേക്ക് പോയി. സെന്ററിലേക്ക് നല്ല സ്പീഡിലാണ് പറഞ്ഞത്. ഉള്ളിലേക്ക് കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരാളുടെ ഹൈറ്റ് ഉണ്ടാവും, ഒരു 6 feet ഉണ്ടെന്നാണ് കുഴി താഴേക്ക് ആഴം. അതിന്റെ ഉള്ളിൽ പോയി. ഈ നെറ്റില്ല സാർ, അത് സാറ് അത്ര സ്പീഡിൽ വന്നിട്ട് കുഴിയുടെ സെന്ററിലേക്ക് ചാടുമ്പോ ഒരു റെക്ടാംഗിൾ ഇമാജിൻ ചെയ്താൽ മതി. ആ ഈ റെക്ടാംഗിൾ ചാടുമ്പോ നെറ്റി എന്ന് നമ്മള് സിമെന്റ് അടിക്കില്ലേ ഓപ്പോസിറ്റ്, അതേപോലെ അത്ര ഹോൾസിൽ എന്റെ നെറ്റി പോയിട്ട് ഒരു 1 centimeter ഗ്യാപ്പിൽ വെച്ച് സ്റ്റോപ്പായി. എന്താ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ റൈഫിൾ ഇല്ല സാറേ, റൈഫിള് മറ്റേ ഡയഗണലിൽ അടിച്ച് സ്റ്റക്കായി, മനസ്സിലായ? ഈ റൈഫിളിന്റെ തുമ്പ് കോർണറില്ലേ, അവിടെ ഇടിച്ചു ഫസ്റ്റ്. എന്റെ തല ഇടിക്കുന്നതിനെക്കാട്ടി മുന്നേ അവിടെ സ്റ്റക്കായി. ഇല്ലെങ്കിൽ തല അത് മേടിച്ചാണ്. അതായത് സിനിമയിലൊക്കെ കാണുമാതിരി മറ്റേ ബയനറ്റ് കുത്തി ഇമ്പാക്ട് മുഴുവൻ ബയനറ്റ് വാങ്ങിച്ച് നിങ്ങക്ക് കിട്ടിയില്ല. അതെ, ഈ റൈഫിള് ഇടിച്ച് അവിടെ നിന്നുകൊണ്ട് തല ഇടിച്ചില്ല. എനിക്ക് അബദ്ധങ്ങൾ ഞാൻ കാണിക്കാറുണ്ട്, ഇത്ര അബദ്ധങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അതല്ല, ഇത് ഇങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് റൈഫിള് കാരണം ചത്തില്ല എന്നൊക്കെ. അല്ല, എന്നിട്ട് അവിടുന്ന് വിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇപ്പോഴേക്കും അവിടെ നിന്ന് കേണല് ലെഫ്റ്റനന്റ് കേണൽ ടെന്റിന്നൊക്കെ ഓടി ഒരു സ്ട്രക്ചർ ഒക്കെ എടുത്തിട്ട് വരാണ്.
ഇവരെന്നെ കുഴിന്ന് പൊന്തിച്ച് അപ്പൊ തന്നെ ഞാൻ കൊതറി ഫിനിഷ് ചെയ്തു. എന്നിട്ട് അവര് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് അല്ല, അവര് പിടിച്ച് തലക്കാലിനെ പെടാന്നില്ലാത്ത ഭാഗ്യം. ഇല്ല, ഞാൻ മറ്റേ അന്ന് നമ്മുടെ മൈൻഡിൽ മറ്റേ ഗ്രൂപ്പ് ഡിസ്ക്വാളിഫൈ വരുന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ എന്റെ ആ ഒരു ഇത് കാരണം എന്റെ ഡൽഹി പോയി, ഇല്ലെങ്കിൽ ഡൽഹിക്ക് വരുന്നു ടൈമിങ്. റിപ്പബ്ലിക് ഡേ കിട്ടിയ ലൈഫ് തിരിച്ചു കിട്ടിയല്ലോ. അപ്പൊ നമുക്കിതൊന്ന് മൈൻഡ് ചെയ്യാം. അപ്പോ നമ്മൾ ഇന്നത്തെ ചർച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് സ്പോർട്സ് ഗെയിംസ് ആയിരുന്നു. അപ്പോൾ ക്രിക്കറ്റ്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ക്രിക്കറ്റ്, ഫുട്ബോൾ, ചെസ്, ക്യാരംസ് ഇങ്ങനെയുള്ള ഗെയിമുകൾ എങ്ങനെ നിങ്ങളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കാം, എങ്ങനെ ആ ക്രിക്കറ്റിൻ്റെയൊക്കെ അവയർനെസ് വിച്ച് യു ഏൺഡ് അതെങ്ങനെ ഒരു പാക്കേജ് ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ടൂളാക്കി മാറ്റാം, അതിനെക്കുറിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോസസ്സിൽ ഇപ്പോൾ ഇന്ന് തന്നെ ചെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ എലോ റേറ്റിംഗ് എന്താണ്. അപ്പോൾ എലോ റേറ്റിംഗ് എന്നുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കോർ ഇപ്പൊ 2800 കാസ്പറോവിന് ഉണ്ടായിരുന്നതെന്നും 2825 അനീഷ് ഗിരിക്കുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കാം. 2600 ഇപ്പൊ വിശാൽ സരീൻ ഓടുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ മിക്ക ആവറേജ് പ്ലേയേഴ്സും 1800 2200 ഇടയ്ക്കാന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ ഈ എലോ റേറ്റിംഗ് കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി മറ്റേ ഓൺലൈൻ ചെസ് ഫോറത്തിലൊക്കെ എന്തോ ഇതുണ്ടെന്നു. പക്ഷെ അതൊരു ആളുണ്ടാക്കിയതാണെന്നോ, എലോ റേറ്റിംഗ് ബാസ്കറ്റ്ബോൾ അങ്ങനെ പല സ്പോർട്സിൽ ഉണ്ടാക്കാറുണ്ടെന്നോ, ഈവൻ ലാർജ് ലാംഗ്വേജ് മോഡൽസിൽ വരെ ഉപയോഗിക്കേണ്ടെന്ന് മനസ്സിലായത് ഇന്നാണ്. ഓക്കെ, ഇനി ഇപ്പൊ കാർഡ് ഗെയിംസിനെ കുറിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്തില്ല. പക്ഷേ ട്രേഡ്, മറ്റേ മൊണോപ്പൊളി ഇങ്ങനത്തെ സ്ട്രാറ്റജി ഗെയിംസിനെ കുറിച്ചും നമ്മൾ അത്യാവശ്യം ടച്ച് ചെയ്തു. അപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോള്, പിന്നെ എന്താ പറയുക, ടേബിൾ ടെന്നീസ്, സ്വിമ്മിങ് അത് റോക്ക് ക്ലൈംബിങ്ങിലോട്ടും മറ്റേ എന്താ പറയുക ടോൾ ബിൽഡിങ്സ് ജമ്പ് ചെയ്യുന്നതിലോട്ടും എല്ലാം നമ്മുടെ ചർച്ച പോയി. ടേബിൾ ടെന്നീസ് ഓഫ്കോഴ്സ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്, പക്ഷെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെയും കുറെ കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട്. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് ഈ കമ്പ്യൂട്ടർ ഗെയിംസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടുള്ളൊരു ചർച്ച പിൽക്കാലത്ത് വെക്കാം. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം. അല്ലേ, ക്ലോസ് ചെയ്യാം.